അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ അവശേഷിക്കുന്നൊരു ഭാഗം കൂടിയാണ് നോക്കുന്നത്. ഈ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിൻ്റെ പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ടെങ്കിൽ അവിടെ 15 മാർക്കിനാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. അതേപോലെ നമ്മൾ എടുത്ത് മാറ്റിയ കേരള എക്കോണമി എന്ന് പറയുന്ന മേഖലയ്ക്കും 15 മാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം നമ്മുടെ കേന്ദ്ര ആസൂത്രണ സമിതി എന്ന് പറയുന്ന പോലെ നമ്മൾ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് പോലെയുള്ളൊരു സ്ഥാപനം തന്നെയാണ് കേരളത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോയിന്റിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാവോ? ദ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1967 ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരളയാണ്. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്ഥാപിതമായത് 1967 ഇത് സ്ഥാപിച്ചത് കേരള സർക്കാരാണ്. 1967 കേരള സർക്കാർ എന്ന് പറയുമ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ സപ്തകക്ഷി മുന്നണി എന്ന് പറയുന്ന ഒരു മന്ത്രിസഭയാണ്. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോഡൽ ഓൺ എസ്ട്രോയിൽ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഫംഗ്ഷൻ ആസ് എ സ്റ്റാറ്റ്യൂട്ടറി അഡ്വൈസറി ബോഡി. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്താണോ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്നത് അതേപോലെ സംസ്ഥാനത്തെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നൽകുന്ന ഒരു നിയമപരമായി സ്ഥാപിതമാക്കപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മുടേത് ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല. കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, അത് വെറും ഒരു അഡ്വൈസറി ബോഡിയായിരുന്നു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ് അല്ലേ? പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, പോളിസി ഫോർമുലേഷൻ ആൻഡ് ഇവാലുവേറ്റിംഗ് ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസ് ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന നയങ്ങൾ എന്താണ്, നമ്മളിതുവരെ രൂപീകരിച്ചിട്ടുള്ള വികസന നയങ്ങളെക്കുറിച്ച് എന്താണ്, അതിനെ ഒന്ന് അളക്കുക അല്ലെ, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ വികസനത്തിന് വേണ്ടുന്ന പോളിസിയുടെ നയങ്ങൾ രൂപീകരിക്കുക. നമ്മുടെ താഴെത്തട്ടിലുള്ള പ്രദേശങ്ങളിലേക്ക് വികസനം എത്തുന്നതിന് വേണ്ടിയിട്ട് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടുന്ന ആസൂത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് എത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നതൊക്കെയാണ് ഈ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. അതായത് താഴെത്തട്ടിൽ, അതായത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെയുള്ള ത്രിതല തലങ്ങളിലുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യുക, അതിനു വേണ്ടുന്ന പോളിസികൾ നടപ്പിലാക്കുക, നടപ്പിലാക്കിയ പോളിസികൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി, അതിന് വികസനം കിട്ടിയോ എന്ന രീതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നതൊക്കെയാണ് ഈ പറയുന്ന പ്ലാനിംഗ്, നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെയോ ആക്ട്സ് ആസ് എ തിങ്ക് ടാങ്ക് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റൽ പ്ലാനിംഗ് ആൻഡ് റിസർച്ച്. അതായത് നമ്മൾ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നില്ല, ബുദ്ധി കേന്ദ്രമെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വികസന ഉന്മുഖമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു ബുദ്ധി കേന്ദ്രമായിട്ട് ഈ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ കേരള ആസൂത്രണ ബോർഡിൽ നമ്മൾ സന്തോഷ് ജോർജ് SGK എന്ന് വിളിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയതല്ലായിരുന്നു. കാര്യം അവരൊക്കെ ലോകം കണ്ട ഒരുപാട് പരിണിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതുപോലുള്ള ആ പ്ലാനിംഗ് കമ്മീഷനിലേക്ക് ഉൾപ്പെടുത്തി കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതിൻ്റെ ഘടനയും എങ്ങനെയാണ്, ഇത് രൂപീകരിക്കപ്പെട്ടതും ഇതിൻ്റെ ഘടനയും എങ്ങനെയാണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ കേരള പ്ലാനിംഗ് ബോർഡ് ഓർഡർ 1967 ആണ്. അതായത് 1967 കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓർഡർ പ്രകാരമാണ് ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. 1967 കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓർഡർ പ്രകാരം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് ചെയർമാനായിട്ടിരിക്കുന്ന ആരായിരിക്കും? എപ്പോഴും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കും ആ ഒരു സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിൻ്റെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ചീഫ് മിനിസ്റ്ററാണ് ചെയർമാനായിട്ട് വരുന്നത്. പിന്നെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ ആളാരാണ്? വൈസ് ചെയർമാൻ ഈസ് യൂഷ്വലി ആൻ എമിനൻ്റ് എക്കണോമിസ്റ്റ്, പ്ലാനർ, നോൺ പൊളിറ്റിക്കൽ അപ്പോയിൻ്റി ആയിരിക്കും. അപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന ആൾ ആരായിരിക്കണം? ഒരു രാഷ്ട്രീയ നിയമനത്തിൽപ്പെട്ടൊരു വ്യക്തിയാകാൻ പാടില്ല. അയാൾ ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല അറിവുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണമെന്നുള്ളതാണ് ഈ വൈസ് ചെയർമാനെക്കുറിച്ചുള്ള ആ ഒരു നിബന്ധന എന്ന് പറയുന്നത്. പിന്നെയോ ഈ ആസൂത്രണ കമ്മീഷനിൽ ആരുണ്ടാവും? ഫുൾ ടൈം മെമ്പർമാരുണ്ടാകും. അതായത് പൂർണ്ണമായിട്ടും ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും
അത് പ്രാവർത്തികമാക്കുന്നതിനും അതിനെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തുന്ന ഫുൾ ടൈം മെമ്പർമാരുണ്ടാവും. അതേപോലെ പാർട്ട് ടൈം മെമ്പർമാരെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അല്ലെ, പാർട്ട് ടൈം മെമ്പർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ള ആൾക്കാർ, ലോകം കണ്ട അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവർ പാർട്ട് ടൈം മെമ്പേഴ്സായിട്ട് എന്ത് ചെയ്യുകയാണ്, എടുക്കുകയാണ്. അപ്പോൾ ഡ്രോൺ ഫ്രം അഡ്മിനിസ്ട്രേഷൻ, അക്കാഡമിയ ആൻഡ് വേരിയസ് ഫീൽഡ്സ്, അല്ലെ, വിവിധ മേഖലകളിൽ നിന്നുള്ള, അക്കാഡമിക് രംഗത്തുള്ള, ഭരണനിർവഹണ രംഗത്തുള്ള, അതേപോലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ പാർട്ട് ടൈം മെമ്പേഴ്സിനെയും നമ്മൾ രൂപീകരിക്കുകയാണ്. അതിനു പുറമെ ഒരു സീനിയർ IAS ഓഫീസർ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ മെമ്പർ സെക്രട്ടറി എന്ന രീതിയിലുണ്ടാവും. അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ തലവനെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മെമ്പർ സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മളുടെ ആസൂത്രണ സമിതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ആസൂത്രണ സമിതിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ കണ്ടത്. 1967 കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓർഡർ പ്രകാരം രൂപീകൃതമായ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അതിനു പുറമെ ഒരു വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും. രാഷ്ട്രീയ നിയമനമല്ല വൈസ് ചെയർമാൻ്റേത്, സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ആസൂത്രണത്തിലും മികവ് പുലർത്തുന്ന ഒരാളായിരിക്കും അതിൻ്റെ വൈസ് ചെയർമാൻ. പിന്നെയോ പാർട്ട് ടൈം മെമ്പർമാരുണ്ടാകും. വിവിധ മേഖലകളിൽ നിപുണന്മാരായിട്ടുള്ള പാർട്ട് ടൈം മെമ്പേഴ്സും അതേപോലെ ഈ പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി മാത്രം അഹോരാത്രം പ്രയത്നിക്കുന്ന ഫുൾ ടൈം മെമ്പേഴ്സും അടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഈ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന നിലയിൽ ഒരു സീനിയർ IAS ഓഫീസറും ഇവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മാൻഡേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലേ, മാൻഡേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? മാൻഡേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അതൊന്നറിയണ്ടേ? എന്താണ് മാൻഡേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നറിയണ്ടേ? ടു ഫോർമുലേറ്റ് 5 ഇയർ ആൻഡ് ആനുവൽ പ്ലാൻസ് ഫോർ ദ സ്റ്റേറ്റ് ആണ്. അല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടുന്ന പദ്ധതികൾ, അതെങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആവാം? അത് വികസന പദ്ധതികളാവാം. ആ വികസന പദ്ധതികളെന്ന് പറയുന്നത് പ്രതിവർഷം നടപ്പിലാക്കുന്ന പദ്ധതികൾ ആനുവൽ പ്ലാൻസ് ആവാം, അതല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികളാവാം. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളോ അതേപോലെ ആനുവൽ പ്ലാൻസോ ഒക്കെ ആയിരിക്കാം ഈ പറയുന്ന ആസൂത്രണ സമിതി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പദ്ധതികളെന്ന് പറയുന്നത്. പിന്നെയോ ടു പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഗൈഡൻസ് ഇൻ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് എന്നാണ് പറയുന്നത്. ടു പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ഗൈഡൻസ്, അപ്പോൾ സാങ്കേതികപരമായിട്ടും നയപരമായിട്ടുമുള്ള ആ ഒരു ഗൈഡൻസും ഗൈഡ് ലൈൻസും ഒക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകുക എന്നതും ആസൂത്രണ ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ടു ഇൻ്റഗ്രേറ്റ് സെക്ടറൽ പോളിസീസ് ആൻഡ് എൻഷുവർ കൺവെർജൻസസ് ഓഫ് സ്കീംസ് എന്നാണ് പറയുന്നത്. ടു ഇൻ്റഗ്രേറ്റ് സെക്ടറൽ പോളിസീസ്, അല്ലേ, നമ്മൾ സെക്ടറലായിട്ടുള്ള പോളിസികൾ എന്ത് ചെയ്യണം, കെട്ടുറപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നിലനിർത്തണം. കാര്യം പല പല ആൾക്കാരുണ്ടാകും, അല്ല, പല സെക്ടറിൽപ്പെട്ട ആൾക്കാരുണ്ടാകും. പുരുഷന്മാരുണ്ടാവും, വനിതകളുണ്ടാവും, ഭിന്നശേഷിക്കാരുണ്ടാവും, മറ്റ് പല സെക്ടറിൽപ്പെട്ട ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സെക്ടറൽ പോളിസികൾ തയ്യാറാക്കുകയും അതെന്ത് ചെയ്യുക, അതൊരു കെട്ടുറപ്പോട് കൂടിയും കൊണ്ടുപോവുകയും ആ സ്കീമുകളുടെ വിജയം എന്ന് പറയുന്നത് ഉണ്ടാവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന KSPCയുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇനിയോ പ്രൊമോട്ട് സയൻറ്റിഫിക് ആൻഡ് എവിഡൻസ് ബേസ്ഡ് പ്ലാനിംഗ് എന്നാണ് പറയുന്നത്. അല്ലേ, പ്രൊമോട്ട് സയൻറ്റിഫിക് ആൻഡ് എവിഡൻസ് ബേസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രീയതയിൽ ഒതുങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എവിഡൻസ്, തെളിവുകളിലും ഊന്നിയിട്ടുള്ള പ്ലാനിങ്ങുകളായിരിക്കണം ഇവിടെ നമ്മൾ നടപ്പിലാക്കേണ്ടതാണ്. അല്ലേ, ശാസ്ത്രീയമായിട്ടുള്ളതും കൃത്യമായ രേഖകളിൽ ഊന്നിയിട്ടുള്ളതുമായിട്ടുള്ള പ്ലാനുകളായിരിക്കണം നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെയോ സപ്പോർട്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അറ്റ് ദ ലോക്കൽ ലെവൽ, താഴെത്തട്ടിലുള്ള പഞ്ചായത്ത് ലെവൽ ഉദ്ദേശിക്കുന്നത്, അല്ലേ, സപ്പോർട്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അറ്റ് ദ ലോക്കൽ ലെവൽ, അല്ലെ, പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലുമൊക്കെ എന്താണ് ലോക്കൽ ലെവൽ പ്ലാനിംഗ് നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളായിട്ട് നമ്മൾ പറയുന്നു. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തെല്ലാമാണ്? കീ ഫങ്ഷൻസ്, അല്ലേ, കീ ഫങ്ഷൻസിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. കീ ഫങ്ഷൻസ് ഓഫ് ദ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ്. അതിൽ പ്രധാനപ്പെട്ട ഫങ്ഷൻ ഏതാണ്? പ്രിപ്പയർ 5 ഇയർ പ്ലാൻസ്, ആനുവൽ പ്ലാൻസ് ആൻഡ് പെർസ്പെക്റ്റീവ് പ്ലാൻസ് ഫോർ ദ സ്റ്റേറ്റ്. അതായത് 5 വർഷത്തേക്കുള്ള പദ്ധതികൾ, ഓരോ വർഷത്തേക്കുള്ള പദ്ധതികൾ, ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ലക്ഷ്യം. അതായത് 2025-26 സാമ്പത്തിക വർഷം ഇന്ന മേഖലയിൽ നിന്ന് ഇത്ര രൂപ വരുമാനമുണ്ടാകുന്ന പ്രവർത്തനം, അതൊരു ആനുവൽ പ്ലാനാണ്. വരുന്ന 5 വർഷം കൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതി ഉണ്ടാവുക എന്നുള്ളതൊരു 5 ഇയർ പ്ലാനാണ്. വരുന്ന 10 വർഷത്തിനകം കേരളത്തെ ഏതെങ്കിലും ഒരു മേഖലയിൽ, അല്ല, വ്യവസായ മേഖലയിൽ നമ്പർ 1 ആക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർസ്പെക്റ്റീവ് പ്ലാനുമാണ്. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള പ്ലാനുകൾ എന്ന് പറയുന്നത്. പിന്നെയോ എൻഗേജസ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ്, എക്സ്പേർട്സ് ആൻഡ് സിവിൽ സൊസൈറ്റി ഇൻ ദ പ്ലാനിംഗ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. എൻഗേജസ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ്,
എക്സ്പെർട്സ് ആൻഡ് സിവിൽ സൊസൈറ്റി ഇൻ ദ പ്ലാനിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നു. അല്ലെ, എൻഗേജസ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അല്ലെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് എൻഗേജ് ചെയ്യുക, എക്സ്പെർട്ട് അല്ലെ വിദഗ്ധരായിട്ട് മിങ്കിൾ ചെയ്യുക, അതുപോലെ സിവിൽ സൊസൈറ്റിയുമായിട്ട് എന്ത് ചെയ്യുക, നല്ല മികച്ച ബന്ധം പുലർത്തുക. ഇതൊക്കെയാണ് ഏത് നമ്മുടെ പ്ലാൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഇനിയോ അലൈൻസ് സ്റ്റേറ്റ് പ്ലാൻസ് വിത്ത് SDG അല്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്ലാനുകളുമായിട്ട് ബന്ധിപ്പിക്കുക. അതേപോലെ ദേശീയ തലത്തിലുള്ള നമ്മുടെ നേട്ടങ്ങളും ഏതൊക്കെ ലക്ഷ്യങ്ങളൊക്കെ എന്താണോ അതുമായി ബന്ധിപ്പിക്കുക. അതുപോലെ പ്രാദേശിക തലത്തിലുള്ള ആവശ്യങ്ങൾ എന്താണോ അതുമായി ബന്ധിപ്പിക്കുക. അപ്പോൾ അലയൻസ് സ്റ്റേറ്റ് പ്ലാൻസ് വിത്ത് SDGs നാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന രീതിയിലാണ് ഇത് പ്രതികരിക്കുന്നത്. ഇനിയോ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ലോക്കൽ ഗവേണൻസ് എന്നാണ് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ലോക്കൽ ഗവേണൻസ് എന്ന രീതിയാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. അല്ലേ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ലോക്കൽ ഗവേണൻസ് ആണ്. കേരള ഈസ് എ പയനീർ ഇൻ പീപ്പിൾസ് പ്ലാനിംഗ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്താണ്, മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു മാർഗ്ഗദർശിയാണെന്നാണ് പറയുന്നത്. തനതായ രീതിയിൽ ആസൂത്രണങ്ങൾ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള ആസൂത്രണങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്കാരാണ് ഒരു മാർഗ്ഗദർശിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതൊക്കെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ട്രെയിനിങ് ഫോർ ലോക്കൽ ബോഡീസ്. അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായിട്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കഴിവുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഇവിടെയുണ്ട്. അപ്പോൾ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ട്രെയിനിങ് ഫോർ ലോക്കൽ ബോഡീസ് ആണ് ഇത്. പിന്നെയോ ടെക്നിക്കൽ സപ്പോർട്ട് ടു പ്രിപ്പയർ ലോക്കൽ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ടെക്നിക്കൽ സപ്പോർട്ട് ടു പ്രിപ്പയർ ലോക്കൽ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് എന്നത് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കണം. പിന്നെയോ ലോക്കൽ ഡെവലപ്മെൻറ്റ് പ്ലാൻസിനും നല്ല രീതിയിലുള്ള സപ്പോർട്ട് വരേണ്ടതാണ്. പിന്നെയോ ഡെവലപ്സ് ഗൈഡ് ലൈൻസ് ആൻഡ് നോംസ് ഫോർ ഫണ്ട് യൂട്ടിലൈസേഷൻ അറ്റ് ദ LSG ലെവൽ എന്നാണ് പറയുന്നത്. ഡെവലപ്സ് ഗൈഡ് ലൈൻസ് ആൻഡ് നോംസ് ഫോർ ഫണ്ട് യൂട്ടിലൈസേഷൻ അറ്റ് ദ LSG ലെവൽ. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവലിൽ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനും വികസനത്തിന് വേണ്ടുന്ന ഗൈഡ് ലൈനുകളും കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെയോ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ നൽകുക. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ലോക്കൽ ഗവേണൻസിൻ്റെ രണ്ടാമത്തെ പോയിൻ്റാണ്. ഒന്നാമത്തേത് പ്ലാൻ ഫോർമുലേഷൻ, പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ലോക്കൽ ഗവേണൻസ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ് അല്ലേ. ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ് ആണ്. എന്താണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്? കണ്ടക്ട്സ് ഇവാലുവേഷൻ സ്റ്റഡീസ് ഓഫ് ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പ്രൊജക്റ്റ്. നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഇവാലുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ നടത്തുക, അതാണ് ഇവാലുവേഷൻ സ്റ്റഡീസ് ഓഫ് ഗവൺമെൻറ് സ്കീംസ് ആൻഡ് പ്രൊജക്റ്റ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകളെക്കുറിച്ചും സ്കീമുകളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒരു ഇവാലുവേഷൻ നടത്തുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെയോ ട്രാക്സ് ദ ഔട്ട്കം ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആണ്. ട്രാക്സ് ദ ഔട്ട്കം ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ നയങ്ങളും നമ്മൾ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഔട്ട്കവും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഇവാലുവേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. പിന്നെയോ പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഫോർ കോഴ്സ് കറക്ഷൻ ആൻഡ് എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ് എന്നാണ് പറയുന്നത്. പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഫോർ കോഴ്സ് കറക്ഷൻ ആൻഡ് എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ് എന്നാണ് പറയുന്നത്. പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഫോർ കോഴ്സ് കറക്ഷൻ ആൻഡ് എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ്, അങ്ങനെ ഒരു ഘടകം കൂടി ഇവിടെയുണ്ട്. ഇനി നാലാമത് നോക്കിയാൽ എന്താണ്, പോളിസി റിസർച്ച് ആൻഡ് അഡ്വൈസറി റോൾ എന്നാണ് പറയുന്നത്. പോളിസി റിസർച്ച് ആൻഡ് അഡ്വൈസറി റോൾ എന്നൊരു ഘടകം കൂടിയുണ്ട്. പോളിസി റിസർച്ചും അഡ്വൈസറി റോളും എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആക്ട്സ് ആസ് റിസർച്ച് ആൻഡ് പോളിസി അഡ്വൈസറി ബോഡി ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് ഒരു നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉപദേഷ്ടാവ് എന്ന നിലയിൽ ആര് വർക്ക് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്ന അഡ്വൈസറി റോൾ എന്ന് പറയുന്നത്. പിന്നെയോ പ്രിപ്പയർസ് ഡിസ്കഷൻ പേപ്പേഴ്സ്, സ്ട്രാറ്റജി ഡോക്യുമെൻറ്റ്സ് ആൻഡ് സെക്ടറൽ റിപ്പോർട്ട്സ് അല്ലേ. പ്രാദേശികമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അതിൻ്റെ നയപരവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുകയും ഡിസ്കഷൻ പേപ്പറുകൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ പ്ലാനിംഗ് ബോർഡ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെയോ സപ്പോർട്ട്സ് ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് അല്ലേ. സപ്പോർട്ട്സ് ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇന്നൊവേഷൻ. സപ്പോർട്ട്സ് ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇന്നൊവേഷൻ അല്ലേ. പൊതുനയം രൂപീകരിക്കുന്നതിനെക്കുറിച്ചും അതേപോലെ ഡേറ്റ ഡ്രിവൺ ഗവേണൻസും ഒക്കെ ഈ പറയുന്ന KSPC നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പൊല്യൂഷൻ കൺട്രോളല്ല കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് കൈകാര്യം ചെയ്യുന്നതാണ് കേട്ടോ.
ഇത് നോക്കിയാൽ എന്താണ്? പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. അതായത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിനെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ അല്ലെങ്കിൽ ധർമ്മങ്ങളിൽ ഒന്നാണ്. അതായത് ഇൻ്റഗ്രേറ്റ്സ് ജെൻഡർ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഇൻറ്റു പ്ലാനിംഗ്. ഒരു പ്ലാനിംഗ് ഇവിടെ നടത്തുമ്പോൾ അത് പ്രകൃതിക്ക് വിധേയമായിട്ടുള്ളതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പാരിസ്ഥിതികമായിട്ടുള്ളതാണോ, പാരിസ്ഥിതിക സന്തുലനം പുലർത്തുന്നതാണോ, നീതിപൂർവമുള്ളതാണോ, അതായത് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെയോ വർക്ക്സ് ഓൺ ക്ലൈമറ്റ് റിസൈലൻസ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് എക്കോളജിക്കൽ പ്ലാനിംഗ്, അല്ലേ? വർക്ക്സ് ഓൺ ക്ലൈമറ്റ് റിസൈലൻസ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് എക്കോളജിക്കൽ പ്ലാനിംഗ്. ഈ കാര്യങ്ങളും നമ്മളുടെ ഈ പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നോളജ് ജനറേഷൻ, അല്ലേ? നോളജ് ജനറേഷൻ ഇവിടെ വരുന്നുണ്ട്, അല്ലേ? നോളജ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നോളജ് ജനറേഷൻ എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നോളജ് ജനറേഷൻ ഇവിടെയുണ്ട്. പിന്നെയോ നോളജ് ജനറേഷൻ വരുന്നുണ്ട്. പിന്നെയോ മാറിപ്പോയി, അല്ലേ? നോളജ് ജനറേഷൻ ഇവിടെ വരുന്നുണ്ട്. കപ്പാസിറ്റി ബിൽഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നോളജ് ജനറേഷൻ ഉണ്ട്, കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക, അത് തന്നെയല്ലേ കാര്യം. ഇപ്പോൾ നിങ്ങളൊന്നും അറിയാൻ പാടില്ലാതെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകം എടുക്കുകയോ ക്ലാസ് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നു. അതുമൂലം ആ വിഷയത്തിലുള്ള നിങ്ങളുടെ കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള. പിന്നെയോ ഓർഗനൈസസ് സെമിനാർ, വർക്ക്ഷോപ്പ് ആൻഡ് ട്രെയിനിങ് സെഷൻസ്, അല്ലേ? ട്രെയിനിങ് സെഷനുകളും വർക്ക്ഷോപ്പുകളും സെമിനാറുകളൊക്കെ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട കടമയുണ്ട്. പിന്നെ കൊളാബറേറ്റ്സ് വിത്ത് യൂണിവേഴ്സിറ്റീസ്, തിങ്ക് ടാങ്ക്സ് ആൻഡ് സിവിൽ സൊസൈറ്റി. കൊളാബറേറ്റ്സ് വിത്ത് യൂണിവേഴ്സിറ്റീസ്, തിങ്ക് ടാങ്ക്സ് ആൻഡ് സിവിൽ സൊസൈറ്റി, അല്ലേ? സഹകരിക്കുക സർവകലാശാലകളുമായിട്ട്, ബുദ്ധികേന്ദ്രങ്ങൾ, അല്ലെ ബുദ്ധിയുള്ള ആൾക്കാർ, അതാണ് തിങ്ക് ടാങ്ക്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിശേഷികൾ ഉള്ള ആൾക്കാരുമായിട്ട്, പൊതുസമൂഹവുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അറിവ് നേടുക. പബ്ലിഷ് എക്കണോമിക് റിവ്യൂ. എക്കണോമിക് റിവ്യൂ എന്ന് പറയുന്നൊരു റിപ്പോർട്ടുണ്ട്. അത് ആനുവൽ റിപ്പോർട്ടാണ് ഓൺ കേരള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കേരള എക്കണോമിക് റിവ്യൂ എന്ന് വിളിക്കുന്നത്. അതായത് എക്കണോമിക് റിവ്യൂ അതെന്ത് ചെയ്യുക? അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അല്ലേ? പിന്നെയോ സപ്പോർട്ട് ടു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സപ്പോർട്ട് ടു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? സഹകരിക്കേണ്ടി വരും. അതായത് സപ്പോർട്ട് ടു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിക്കണം. ഹെൽപ്പ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെ? ഹെൽപ്സ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ പ്രൊജക്ട് ഫോർമുലേഷൻ, അപ്രൈസൽ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഹെൽപ്സ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ പ്രൊജക്ട് ഫോർമുലേഷൻ, അപ്രൈസൽ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെയോ അഡ്വൈസസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അല്ലെ? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഉപദേശം കൊടുക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൊടുക്കണം. പിന്നെയോ ഇൻ്റർ സെക്ടറൽ കോർഡിനേഷൻ, അല്ലെ? ഇൻ്റർ സെക്ടറൽ കോർഡിനേഷനിൽ എന്ത് കൊടുക്കണം? ഈ പറയുന്ന രീതിയിലുള്ള ആ ഒരു അഡ്വൈസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഹെൽപ്സ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ പ്രൊജക്ട് ഫോർമുലേഷൻ, അപ്രൈസൽ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, അഡ്വൈസസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് ആൻഡ് ഇൻ്റർ സെക്ടറൽ കോർഡിനേഷൻ. ഇനി നോട്ടബിൾ ഇനിഷ്യേറ്റീവ്സ് ഓഫ് KSPB നോക്കാം, അല്ലേ? നോട്ടബിൾ ഇനിഷ്യേറ്റീവ്സ് ഓഫ് KSPB എന്താണ്? പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ, അല്ലേ? പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഉണ്ട്. ജനകീയാസൂത്രണം എന്ന് പറയുന്ന 1996 മുതലുള്ളതാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. പിന്നെയോ എ ലാൻഡ് മാർക്ക് ഇൻ പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് ഇൻ ഇന്ത്യ. എ ലാൻഡ് മാർക്ക് ഇൻ പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് ഇൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കേരള പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ എന്നൊക്കെ, ജനകീയാസൂത്രണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഈ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ആസൂത്രണങ്ങളെല്ലാം നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട സംവിധാനമാണ് ഇത്. ഇനിയോ എനേബിൾഡ് ഗ്രാസ് റൂട്ട്സ് ലെവൽ പ്ലാനിംഗ് ത്രൂ പഞ്ചായത്ത്. എനേബിൾഡ് ഗ്രാസ് റൂട്ട് ലെവൽ പ്ലാനിംഗ് ത്രൂ പഞ്ചായത്ത്, അല്ലെ? പഞ്ചായത്ത് തലത്തിൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ പ്ലാനിംഗ് ത്രൂ പഞ്ചായത്ത്. പഞ്ചായത്തുകളിൽ കൂടുതൽ തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് താഴെത്തട്ടിൽ എന്ത് ചെയ്യുക? ആസൂത്രണം നടപ്പിലാക്കുക. അതാണ് ഗ്രാസ് റൂട്ട് ലെവൽ പ്ലാനിംഗ് ത്രൂ പഞ്ചായത്തുകൾ. ഇപ്പോൾ ഒരു വാർഡിലോ ഒരു പ്രദേശത്തോ ആ പ്രദേശത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യം എന്താണ് എന്ന് കണ്ടറിഞ്ഞ് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? അത് നടപ്പിലാക്കുക. അതിനെയാണ് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവൽ പ്ലാനിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെയോ കേരള ബിക്കെയിം എ മോഡൽ സ്റ്റേറ്റ് ഫോർ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ നടപ്പിലാക്കിയപ്പോൾ എന്താ മനസ്സിലായത്? കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി. ഏത് കാര്യത്തിൽ? ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസിൻ്റെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മാറ്റപ്പെട്ടു എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്.
ഇനി എക്കണോമിക് റിവ്യൂ പബ്ലിക്കേഷൻ ഉണ്ട്. എന്താണ് എക്കണോമിക് റിവ്യൂ പബ്ലിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആനുവൽ ഡോക്യുമെൻ്റ് അസസ്സിങ് എക്കണോമിക് പെർഫോമൻസ് ആൻഡ് പോളിസി എഫക്റ്റീവ്നെസ്. ആനുവൽ ഡോക്യുമെൻ്റ് അസസ്സിങ് എക്കണോമിക് പെർഫോമൻസ് ആൻഡ് പോളിസി എഫക്റ്റീവ്നെസ് എന്ന ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആനുവൽ ഡോക്യുമെൻ്റ് അസസ്സിങ് എക്കണോമിക് പെർഫോമൻസ് ആൻഡ് പോളിസി എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഇവിടെയുണ്ട്. പിന്നെയോ യൂസ്ഡ് ബൈ പോളിസി മേക്കേഴ്സ്, റിസർച്ചേഴ്സ് ആൻഡ് സിവിൽ സൊസൈറ്റി. അല്ലെ, യൂസ്ഡ് ബൈ പോളിസി മേക്കേഴ്സ്, റിസർച്ചേഴ്സ് ആൻഡ് സിവിൽ സൊസൈറ്റി. അത് ഈ എക്കണോമിക് റിവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആനുവൽ ഡോക്യുമെൻ്റ് അസസ്സിങ് എക്കണോമിക് പെർഫോമൻസ് ആൻഡ് പോളിസി എഫക്റ്റീവ്നെസ് എന്നാണ് നമ്മൾ പറയുന്നത്. യൂസ്ഡ് ബൈ പോളിസി മേക്കേഴ്സ്, റിസർച്ചേഴ്സ് ആൻഡ് സിവിൽ സൊസൈറ്റി എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നതാണ്. പിന്നെയോ പ്ലാൻ സ്പേസ്, അല്ലേ, പ്ലാൻ ചെയ്യുന്നതാണ് സ്പേസ് കേരള. അല്ലേ, പ്ലാൻ സ്പേസ് കേരള എന്നൊരു സംരംഭം കൂടിയുണ്ട്. എന്താണ്? എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ മാനേജിങ് പ്ലാൻ ഡേറ്റ, മോണിറ്ററിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എൻഷുറിംഗ് ട്രാൻസ്പെറൻസി ആൻഡ് ഫണ്ട് ഫ്ലോ. നമ്മുടെ ആസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഫണ്ടിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നോക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഡേറ്റ എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട്, അതിൻ്റെ ട്രാൻസ്പെറൻസിയും അതിൻ്റെ ഫണ്ട് ഫ്ലോയും ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേണം എന്ന് പറയുന്നതാണ് പ്ലാൻ സ്പേസ് കേരള എന്ന് പറയുന്നത്. ഇനി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ പ്ലാനിംഗ് ബോർഡ്. പ്ലാനിംഗ് ബോർഡ് നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ പ്ലാനിംഗ് ബോർഡ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. എന്താണത്? കോർഡിനേഷൻ ഇഷ്യൂസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് LSG. കോർഡിനേഷൻ ഇഷ്യൂസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് LSG. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. കോർഡിനേഷൻ ഇഷ്യൂസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് LSG. അപ്പോൾ എന്താണ് ഇവിടെ നോക്കുന്നത്? കോർഡിനേഷൻ ഇഷ്യൂസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളും തമ്മിൽ എന്തുണ്ട്? ഒരു സഹകരണ പ്രശ്നമുണ്ട്, കോർഡിനേഷൻ ഇഷ്യൂസ് ഉണ്ട്. അതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലാനിങ് നല്ല രീതിയിൽ നടക്കില്ല. അതേപോലെ ഓവർ റിലയൻസ് ഓൺ ബ്യൂറോക്രാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അല്ലേ, ഓവർ റിലയൻസ് ഓൺ ബ്യൂറോക്രാറ്റിക് പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഓവർ റിലയൻസ് ഓൺ ബ്യൂറോക്രാറ്റിക് പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ, ഈ ഉദ്യോഗസ്ഥ മേധാവിത്വം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അമിതമായിട്ട് അങ്ങ് എന്ത് ചെയ്യുകയാണ്? ആശ്രയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് വരുന്നത്. അമിതമായിട്ട് ആശ്രയിക്കുന്നു. പിന്നെയോ നീഡ് ഫോർ മോർ റിയൽ ടൈം ഡേറ്റ ആൻഡ് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. അല്ലേ, നീഡ് ഫോർ മോർ റിയൽ ടൈം ഡേറ്റ ആൻഡ് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് എന്നൊരു ഘടകം കൂടിയുണ്ട്. നീഡ് ഫോർ മോർ റിയൽ ടൈം ഡേറ്റ ആൻഡ് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് ആണ്. ഇനിയോ ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സ് മൊബിലൈസേഷൻ. അല്ലേ, ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സ് മൊബിലൈസേഷൻ. അതായത് സാമ്പത്തികപരമായിട്ടുള്ള പല ഞെരുക്കങ്ങളും കാരണം നമുക്ക് ഫണ്ട് അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് മൊബിലൈസ് ചെയ്യുവാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സമയം. പിന്നെയോ നീഡ് ഫോർ മോർ റിയൽ ടൈം ഡേറ്റ ആൻഡ് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്. അതായത് നമുക്ക് യാഥാർത്ഥ്യബോധമുള്ള ഡേറ്റ കിട്ടുക എന്നുള്ളതും അത് വെച്ചിട്ട് നല്ലൊരു അഡ്വാൻസ്ഡ് റിസർച്ച് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് നടത്തുക എന്നുള്ളതും പരമപ്രധാനമാണെന്നാണ് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ്. ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീരുമാനമെടുക്കുന്ന പ്രക്രിയയാണ്. അല്ലേ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. എവിടെയൊക്കെയാണ് ഇടപെടൽ ഉണ്ടാകുന്നത്? പ്ലാനിങ് ആസൂത്രണം ചെയ്യുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ഉണ്ടാകുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ അവരതിൽ കൂടുതലായിട്ട് ഇടപെടും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിയോ റെലവൻസ് ഇൻ പോസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ എറ. അല്ലെ, റെലവൻസ് ഇൻ പോസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ എറ എന്നുള്ള ഏരിയയാണ് നമ്മളിത് നോക്കുന്നത്. അതെങ്ങനെയാണ് റെലവൻസ് ഇൻ പോസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ എറ എന്ന് പറയുന്നത്? ഈവൻ ആഫ്റ്റർ ദ അബോളിഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ അറ്റ് ദ നാഷണൽ ലെവൽ. അല്ലെ, ഈവൻ ആഫ്റ്റർ ദ അബോളിഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ അറ്റ് ദ നാഷണൽ ലെവൽ KSPB റിമെയിൻസ് ആക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ 2014 ഓഗസ്റ്റ് 15 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു? പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിച്ചു. പക്ഷേ സംസ്ഥാനങ്ങളിലുള്ള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡുകളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോ പ്രകാരം രൂപീകൃതമായതിനാൽ അതിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്ലേസ് എ കോംപ്ലിമെൻ്ററി റോൾ ടു ദ നീതി ആയോഗ്സ് ഒബ്ജക്റ്റീവ്സ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്നതിന് വേണ്ടുന്ന ഒരു ഏജൻസി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും എന്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ കണ്ടിന്യൂസ് ടു ഫോക്കസ് ഓൺ ലോങ് ടൈം സ്റ്റേറ്റ് സ്പെസിഫിക് സ്ട്രാറ്റജീസ് എസ്പെഷ്യലി ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ്. കാലാവസ്ഥാ വ്യതിയാനം,
സാമൂഹ്യനീതി, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക നയങ്ങളും പോളിസികളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ഇനി വേ ഫോർവേഡ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ. വേ ഫോർവേഡ് എന്താണ്? എൻഹാൻസ് ഡേറ്റാ സിസ്റ്റംസ് ആൻഡ് യൂസ് ഓഫ് AI ആൻഡ് GIS ഇൻ പ്ലാനിംഗ്. എൻഹാൻസ് ഡേറ്റാ സിസ്റ്റംസ് ആൻഡ് യൂസ് ഓഫ് AI ആൻഡ് GIS ഇൻ പ്ലാനിംഗ് ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ജിയോഗ്രാഫിക് ഇൻഡിക്കേഷൻ സിസ്റ്റവും ഒക്കെ എന്ത് ചെയ്യണം, ഈ പറയുന്ന ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റമൊക്കെ എന്ത് ചെയ്യണം, ഈ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആസൂത്രണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലാനുകൾ നടപ്പിലാക്കേണ്ടത്. മാനുവലായിട്ടുള്ള ഡേറ്റ കളക്ഷനും തരംതിരിക്കലും ഒക്കെ ഇനി ആർക്ക് വിട്ടുകൊടുക്കണം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഇനിയോ പ്രൊമോട്ട് ഗ്രേറ്റർ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ എന്നാണ് പറയണത്. പ്രൊമോട്ട് ഗ്രേറ്റർ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന ഷെയർ എടുക്കുന്ന ഷെയർ മുടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡർമാരുമായിട്ട് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് എന്ത് ചെയ്യണം, അവരെ ഉൾപ്പെടുത്തണമെന്നാണ്. പ്രൊമോട്ട് ഗ്രേറ്റർ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടൻ, അവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. പിന്നെയോ ബിൽഡ് കപ്പാസിറ്റീസ് ഓഫ് ലോക്കൽ ബോഡീസ് ഫോർ ബെറ്റർ പ്ലാൻ എക്സിക്യൂഷൻ. നല്ല രീതിയിൽ പ്ലാനുകൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, വർദ്ധിപ്പിച്ചെടുക്കണം. അതൊരു ഘടകമാണ്. പിന്നെയോ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ആക്ഷൻ, അർബനൈസേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ആ സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ അർബനൈസേഷനെ കുറിച്ചും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ക്ലൈമറ്റ് ആക്ഷനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മളിനി മുന്നോട്ട് വയ്ക്കേണ്ടുന്ന പുതിയ പ്ലാനിങ്ങുകൾ എന്ന് പറയുന്നത്. പിന്നെയോ ഫോസ്റ്റർ ഇൻ്റർ സ്റ്റേറ്റ് കോപ്പറേഷൻ ആൻഡ് ലേണിങ്സ് ഫ്രം അതർ സ്റ്റേറ്റ് മോഡൽസ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് പ്ലാനുകളും പദ്ധതികളും ഒക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ വികസനം ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്ലാനുകളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വീകരിക്കണമെന്നൊരു നയം കൂടി ഇവിടെയുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മുടെ ദീർഘകാല ലക്ഷ്യം അല്ലെങ്കിൽ ഭാവി മുൻകൂട്ടി കണ്ടുള്ള ലക്ഷ്യമെന്ന നിലയിൽ നമ്മൾ വേ ഫോർവേഡ് എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത്. എൻഹാൻസ് ഡേറ്റാ സിസ്റ്റംസ് ആൻഡ് യൂസ് ഓഫ് AI ആൻഡ് GIS. AIയും GIS ഉപയോഗിച്ച് കൊണ്ടുവേണം ഇനി നമ്മൾ പ്ലാനിങ് ചെയ്യാനായിട്ട്. പിന്നെയോ ഈ പദ്ധതിക്ക് ഈ അത്യാവശ്യം ഫണ്ടുകളൊക്കെ ഇറക്കുന്ന കാശൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു ഐഡിയാസൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. പിന്നെ ബിൽഡ് കപ്പാസിറ്റീസ് ഓഫ് ലോക്കൽ ബോഡീസ് ഫോർ ബെറ്റർ പ്ലാൻ എക്സിക്യൂഷൻ. നല്ല രീതിയിൽ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ലോക്കൽ ബോഡീസിനെ പ്രാപ്തരാക്കണം. ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ആക്ഷൻ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് ആക്ഷൻ, അർബനൈസേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ പറയുന്നുണ്ട്. പിന്നെയോ ഫോസ്റ്റർ ഇൻ്റർ സ്റ്റേറ്റ് കോപ്പറേഷൻ ആൻഡ് ലേണിങ്സ് ഫ്രം അതർ സ്റ്റേറ്റ് മോഡൽ. മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃകകൾ കണ്ടിട്ട് അതിൻ്റെ കൂടി സഹകരണം ഉൾപ്പെടുത്തണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? കൺക്ലൂഷൻ: ദ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഹാസ് പ്ലേഡ് എ പിവോട്ടൽ റോൾ ഇൻ കേരളാസ് ഡെവലപ്മെൻറ്റ് മോഡൽ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ദ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഹാസ് പ്ലേഡ് എ പിവോട്ടൽ റോൾ ഇൻ കേരളാസ് ഡെവലപ്മെൻറ്റ് മോഡൽ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു റോള് വഹിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട്. അതേപോലെ മാനവ വികസനത്തിൻ്റെ സൂചികകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എപ്രകാരം എങ്ങനെ വികസിപ്പിക്കാമെന്നുള്ള ഒരു ഗവേഷണം നടത്തുന്ന സ്ഥാപനം തന്നെയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് എംഫസൈസസ് ഓൺ ഇൻക്ലൂസീവ്, പാർട്ടിസിപ്പേറ്ററി ആൻഡ് സസ്റ്റൈനബിൾ പ്ലാനിംഗ് ഹാസ് മെയ്ഡ് ഇറ്റ് എ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ വിത്തിൻ ഇന്ത്യ. ഇറ്റ് എംഫസൈസസ് ഓൺ ഇൻക്ലൂസീവ്, പാർട്ടിസിപ്പേറ്ററി ആൻഡ് സസ്റ്റൈനബിൾ പ്ലാനിംഗ് ഹാസ് മെയ്ഡ് ഇറ്റ് എ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡൽ വിത്തിൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ തനതായിട്ടുള്ള ഇന്ത്യക്കുള്ളിൽ തനതായിട്ടുള്ള ആശയങ്ങളുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു പ്ലാനിംഗ് ആസൂത്രണശേഷി മികവുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്നതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ നോക്കിയാൽ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നോക്കിയാൽ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്, ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, അതിനുശേഷം ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും സ്ട്രക്ചറും പറഞ്ഞു. അപ്പോൾ എങ്ങനെ ആരെല്ലാമാണ് ഇതിൻ്റെ തട്ടിലിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെയോ ഈ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളെ പറ്റി പറഞ്ഞു. പ്ലാൻ ഫോർമുലേഷൻ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ലോക്കൽ ഗവേണൻസ് ഉണ്ട്, പിന്നെയോ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഉണ്ട്, ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഉണ്ട്, പിന്നെയോ പോളിസി റിസർച്ച് ആൻഡ് അഡ്വൈസറി റോളുണ്ട്, പിന്നെയോ പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് ഉണ്ട്, നോളജ് ജനറേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഉണ്ട്,
സപ്പോർട്ട് ടു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് അല്ലേ. ഇനി അടുത്ത് നോട്ടബിൾ ഇനിഷ്യേറ്റീവ്സ് ഓഫ് KSPB നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? നോട്ടബിൾ ഇനിഷ്യേറ്റീവ്സ് ഓഫ് KSPB. ആ നോട്ടബിൾ ഇനിഷ്യേറ്റീവ്സ് ഓഫ് KSPB എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, എക്കണോമിക് റിവ്യൂ പബ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, പ്ലാൻ സ്പേസ് കേരളയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇനിയോ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ പ്ലാനിംഗ് ബോർഡ് അല്ലേ. ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ പ്ലാനിംഗ് ബോർഡാണ്. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ നിലവിലുള്ള റെലവൻസ് എന്താണ്, ഈ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടതിന് ശേഷമുള്ള ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്ന കാര്യവും നമ്മളിവിടെ സൂചിപ്പിച്ചു. ഇനി ഭാവി കാലത്ത് ഇതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വേണം പ്രവർത്തിക്കേണ്ടത് എന്നും നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ നോക്കിയ കാര്യം എന്താണ്? ഇതാണ് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച്, കേരള സ്റ്റേറ്റ് ആസൂത്രണ ബോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി പ്രധാനമായിട്ടും നോക്കിയാൽ അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചതാണ്. എന്നിരുന്നാലും ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് നോക്കേണ്ടതായിട്ട് വരും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ ഒന്ന് നോക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതെന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം അല്ലേ. എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? കേരള ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഫോർ അച്ചീവിങ് ഹൈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കമ്പാരബിൾ ടു ഡെവലപ്ഡ് നേഷൻസ് എസ്പെഷ്യലി ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഡെസ്പൈറ്റ് റിലേറ്റീവ്ലി ലോ പെർ ക്യാപിറ്റ ഇൻകം. അതായത് നമ്മുടെ പ്രതിശീർഷ വരുമാനം, സാമ്പത്തിക വളർച്ച ഇവയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണെന്നുണ്ടെങ്കിലും വികസിത രാജ്യങ്ങൾ കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വികസിത രാജ്യങ്ങൾ കൈവരിച്ചതിന് തുല്യമായ നേട്ടമാണ് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നത്. ആ വികസന മാതൃകയെ ആണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിന് കാരണമായിട്ട് എന്താണ്? സ്റ്റേറ്റ് ലെഡ് പോളിസീസ്, ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ ക്യാൻ ലീഡ് ടു ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ കാലാകാലങ്ങളായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പല നയങ്ങളുമാണ് ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസിനും സോഷ്യൽ ക്യാപിറ്റൽ ഫോർമേഷനും ഒക്കെ എന്ത് സഹായകമായിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുക കേട്ടോ. ഇനി ഹെൽത്ത് സെക്ടർ അച്ചീവ്മെൻറ്റ്സ്, ആരോഗ്യമേഖലയുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഹെൽത്ത് സെക്ടർ അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഹെൽത്ത് സെക്ടർ അച്ചീവ്മെൻറ്റ്സ് ആണ്. അത് ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്. ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസിയാണ് ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് 75ഉം സ്ത്രീകൾക്ക് 78 അല്ലേ. സ്ത്രീകൾക്ക് 78ഉം പുരുഷന്മാർക്ക് 75 നാഷണൽ ആവറേജ് എന്ന് പറയാൻ നേരത്തോ അത് 69 വർഷമാണ് അല്ല. 69 വർഷമാണ് നാഷണൽ ആവറേജ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റ്സ് സക്സസ് ഇൻ പബ്ലിക് ഹെൽത്ത് അല്ലേ. ഇപ്പോൾ പൊതുജനാരോഗ്യ മേഖലയിലും അതേപോലെ തന്നെ പോഷകം എന്ന് പറയുന്നതിലും ഡിസീസ് കൺട്രോൾ അതായത് രോഗപ്രതിരോധത്തിലുമെല്ലാം നല്ല ഉയർന്ന നിലവാരമാണ് നമ്മളുടെ കേരള മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗനിരക്ക് കുറയുന്നു, പോഷകാഹാരം ഉള്ളത് കൂടുതലാണെന്നല്ല പറയണം, പോഷകം സമൃദ്ധമായിട്ടുള്ള ആഹാരം നമുക്ക് ലഭിക്കുന്നുണ്ട്. രോഗം എന്ന് പറയുന്നത് തടയുന്ന രീതിയിലുള്ള മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, പൊതുജനാരോഗ്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ ദേശീയ ആവറേജായിട്ടുള്ള ശരാശരിയായിട്ടുള്ള 69 വയസ്സിനേക്കാൾ കൂടുതലാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ 75 വർഷവും സ്ത്രീകളിൽ 78ഉമാണ് ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്നത് എന്താണ്? നമ്മുടെ ഉയർന്ന നിരക്കിലുള്ള പൊതുജനാരോഗ്യ മേഖല, അതേപോലെ പോഷണ സമൃദ്ധമായിട്ടുള്ള ആഹാരം ലഭിക്കുന്ന ഒരു ഡയറ്റ് ഭക്ഷണ രീതി എന്ന് പറയുന്നത്, പിന്നെ രോഗപ്രതിരോധ സംവിധാനം, ഇതെല്ലാം ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി രണ്ടാമത് നോക്കിയാലോ ലോ ഇൻഫൻറ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് മാതൃശിശു മരണനിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചെന്ന് തറയ്ക്കുന്നത് കേരളത്തിലാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണ്? 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 6 പേർ മാത്രമേ മരണപ്പെടുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ദേശീയ ശരാശരി എടുത്തു കഴിഞ്ഞാൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 28 കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വളരെ കുറവാണ് നമ്മുടെ കേരളത്തിൻ്റെത്. അതേപോലെ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കാണുക? 1 ലക്ഷം പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിൽ 30 പേർ മാത്രമാണ് മരണപ്പെടുന്നത്. 30 പേർ മാത്രമാണ് മരണപ്പെടുന്നത്. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 97ലാണ് നിൽക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ നേടിയെടുത്തത്? അത് നമ്മൾ നേടിയെടുത്തത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ അല്ലേ, ആഗോള പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കൈവരിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, അതായത് ആശുപത്രികളിൽ മാത്രമാണ് പ്രസവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് ജന്മം നൽകുന്ന പ്രക്രിയ ആശുപത്രികൾ മാത്രമായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല
പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ അതിശക്തമായിട്ടുള്ള ആരോഗ്യ സംവിധാനമാണ് നമുക്കിവിടെയുള്ളത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി യൂണിവേഴ്സൽ പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ടല്ലേ, യൂണിവേഴ്സൽ പ്രൈമറി ഹെൽത്ത് കെയർ. എന്താണ് യൂണിവേഴ്സൽ പ്രൈമറി ഹെൽത്ത് കെയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കേരള ഹാസ് എ 3-tier പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എന്നാണ് പറയുന്നത്. കേരള ഹാസ് എ 3-tier പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. നമ്മുടെ കേരളത്തിനൊരു 3-tier പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. ത്രിതല പബ്ലിക് ഹെൽത്ത് സിസ്റ്റം എന്നാണ് പറയുന്നത്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, ഡിസ്ട്രിക്ട് താലൂക്ക് ഹോസ്പിറ്റൽസ്, അതായത് നമ്മുടെ പഞ്ചായത്തുകളിലുള്ള PHCകൾ, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, ഡിസ്ട്രിക്ട് ആൻഡ് താലൂക്ക് ഹോസ്പിറ്റൽസ്, ഇതെല്ലാം എവിടെയുണ്ട്? നമ്മുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുന്ന സംവിധാനമായിട്ടുണ്ട് അല്ലേ. 900-ത്തിലധികം പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ അതിൽ കുറേ തന്നെ എന്താണ് ഫാമിലി ഹെൽത്ത് കെയർ സെൻ്ററുകളായിട്ട് FHCകളായിട്ട് ആർദ്രം മിഷൻ്റെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വകമാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ പരിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി സക്സസ് ഓഫ് പബ്ലിക് ഹെൽത്ത് മിഷൻസ് അല്ലെ, സക്സസ് ഓഫ് പബ്ലിക് ഹെൽത്ത് മിഷൻസ് അത് നമുക്ക് നോക്കാം അല്ലെ. സക്സസ് ഓഫ് പബ്ലിക് ഹെൽത്ത് മിഷൻസ് ആർദ്രം മിഷൻ എന്നാണ് പറയുന്നത്. ആർദ്രം മിഷൻ അല്ലെ, പബ്ലിക് ഹെൽത്ത് മിഷൻ ആർദ്രം മിഷനാണ് നമ്മൾ പറയുന്നത്. എന്താണത്? റീവാമ്പിങ് PHC ഇൻറ്റു പീപ്പിൾ ഫ്രണ്ട്ലി ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്നാണ് പറയുന്നത്. റീവാമ്പിങ് PHC ഇൻറ്റു പീപ്പിൾ ഫ്രണ്ട്ലി ഫാമിലി ഹെൽത്ത് സെൻ്റർ, അതാണ് ആർദ്രം മിഷൻ എന്ന് പറയുന്നത്. പിന്നെയോ താലോലം സ്കീം. താലോലം സ്കീം എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഫോർ ചിൽഡ്രൻ അണ്ടർ 18 എന്നാണ് പറയുന്നത്. ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഫോർ ചിൽഡ്രൻ അണ്ടർ 18 എന്നാണ് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നതാണ് താലോലം സ്കീം എന്ന് പറയുന്നത്. ആർദ്രം മിഷൻ എന്ന് വെച്ചാൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ആർദ്രം മിഷൻ എന്ന് പറയുന്നത്. കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് ഉണ്ട്. കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ ക്രിട്ടിക്കൽ ഇൽനെസ്സസ് എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ എയ്ഡ് സാമ്പത്തിക സഹായമാണ്. എന്തിന്? ക്രിട്ടിക്കൽ ഇൽനെസ്സസ്, അതായത് ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നൊരു പദ്ധതിയുടെ പേരാണ് കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കാർ പുതിയതായിട്ട് ആർദ്രം സെക്കൻഡ് എന്ന പേരിൽ, ആർദ്രം വേർഷൻ 2 എന്ന പേരിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് എന്താണ്? ഫോക്കസ് ഓൺ NCDs, മെൻ്റൽ ഹെൽത്ത്, ഡിജിറ്റൽ ഹെൽത്ത് എന്നിവയെ പറയുന്നത് അല്ലെ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളുണ്ടല്ലോ, ആ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെയും മാനസിക ആരോഗ്യത്തെയും അതേപോലെ തന്നെ ഡിജിറ്റൽ ഹെൽത്ത് അതിനെയും കൂടുതൽ ബന്ധിപ്പിക്കുന്ന, അതിൽ നിന്നുമൊക്കെ കൂടുതലായിട്ടുള്ള മോചന ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ് ആർദ്രം 2 എന്ന് പറയുന്ന മിഷൻ. അതാണ് നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് മിഷനുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മളടുത്ത NCD കൺട്രോൾ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള മേഖലയിലേക്കൊന്ന് നോക്കിയാൽ എന്താ കാണാൻ പറ്റുക? NCD കൺട്രോൾ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ക്ലിനിക്സ് അറ്റ് ദ PHC ലെവൽ അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആരാണ്? നമ്മുടെ കേരളമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ക്ലിനിക്സ് അറ്റ് ദ PHC ലെവൽ, അതായത് PHC ലെവൽ തൊട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ തലം തൊട്ട് തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ആരംഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പിന്നെയോ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മിത്രം പ്രോഗ്രാം ഫോർ സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് സ്കീമിൻ്റെ പേരാണ് മിത്രം എന്നാണ് ഇതിൻ്റെ പേര്. പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ്റഗ്രേറ്റഡ് ഇൻറ്റു പ്രൈമറി കെയർ എന്നാണ് പറയുന്നത്. പബ്ലിക് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ്റഗ്രേറ്റഡ് ഇൻറ്റു പ്രൈമറി കെയർ അല്ലെ. പബ്ലിക് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ്റഗ്രേറ്റഡ് ഇൻറ്റു പ്രൈമറി കെയർ. അപ്പോൾ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം എന്ന് പറയുന്നത് താഴെത്തട്ടിൽ തന്നെ നടപ്പിലാക്കപ്പെടുന്ന ഒന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ എന്നൊരു ഘടകം കൂടിയാണ് അല്ലേ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ഹൈ ലിറ്ററസി ആൻഡ് വുമൺസ്, ആറാമത്തെ പോയിന്റ് കേട്ടോ, ആറാമത്തെ പോയിന്റ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ഹൈ ലിറ്ററസി ആൻഡ് വുമൺസ് പാർട്ടിസിപ്പേഷൻ ഹാവ് ക്രിയേറ്റഡ് ഹെൽത്ത് അവെയർ കമ്മ്യൂണിറ്റീസ്. നമ്മുടെ ഉയർന്ന സാക്ഷരത, അതേപോലെ വനിതകളുടെ പങ്കാളിത്തം എന്നിവ ആരോഗ്യ മേഖലയിൽ വിവിധ സാമുദായിക മേഖലയിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ അവബോധം പകർന്നു നൽകുന്നതിന് കാരണമായിട്ടുണ്ട്. അതിലേറ്റവും സ്തുത്യർഹമായ സേവനം വഹിക്കുന്നവരാണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആശകളാണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആശകളാണ് ഇത് വഹിക്കുന്നത്. അതിൻ്റെ കുടുംബശ്രീ പ്ലേ കീ റോൾസ് ഇൻ ലാസ്റ്റ് മൈൽ ഡെലിവറി അല്ലേ. കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും നോക്കിയാലോ,
റെസ്പോൺസ് ടു പാൻഡമിക്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എമർജൻസീസ് ആണ് അല്ലേ. റെസ്പോൺസ് ടു പാൻഡമിക്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എമർജൻസീസ് എന്ന് പറയും. കേരള മോഡൽ ഓഫ് എയർലി ഡിറ്റക്ഷൻ, കോണ്ടാക്ട് ട്രേസിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി സർവൈലൻസ് വാസ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് അല്ലേ. കേരള മോഡൽ ഓഫ് എയർലി ഡിറ്റക്ഷൻ, അതായത് ഒരു രോഗം അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ അതിൻ്റെ സാധ്യതകളെയും കാരണങ്ങളെയും നേരത്തെ തിരിച്ചറിയുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ട്രേസ് ചെയ്ത് അത് എങ്ങനെ സമൂഹത്തിലേക്ക് ബാധിക്കാതിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഒരു അവബോധമുണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വരാത്ത രീതിയിൽ അതിനെ ആട്ടിപ്പായിക്കുക, തുരത്തുക. അത് നമ്മൾ കണ്ടറിഞ്ഞതാണ്. നിപ്പ വൈറസ് ഔട്ട് ബ്രേക്ക് അല്ലേ. നിപ്പ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, മലപ്പുറത്തിന് അപ്പുറത്തേക്ക് വിട്ടില്ല, അവിടെ പിടിച്ചു കെട്ടി. COVID-19 പാൻഡമിക് ഫ്ലാറ്റൻഡ് ദ കർവ് ഇൻ എയർലി ഫേസസ് ഡീസെൻട്രലൈസ്ഡ് റെസ്പോൺസ് മോഡൽ. അതായത് ഈ COVID-19 എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, അതിനെ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2020-21 കാലഘട്ടത്തിൽ നമ്മൾ അതേപോലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് ഹെൽത്ത് അല്ലേ. പൊതുജനാരോഗ്യവും അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള ആരോഗ്യരംഗവും തമ്മിലുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കോ എക്സിസ്റ്റസ് വിത്ത് എ ലാർജ് പ്രൈവറ്റ് സെക്ടർ എന്നാണ് പറയുന്നത് അല്ലേ. സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കോ എക്സിസ്റ്റസ് വിത്ത് എ ലാർജ് പ്രൈവറ്റ് സെക്ടർ. അവർ ലാർജ് പ്രൈവറ്റ് സെക്ടറാണ് അല്ലേ. സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കോ എക്സിസ്റ്റസ് വിത്ത് എ ലാർജ് പ്രൈവറ്റ് സെക്ടർ എന്നാണ് പറയുന്നത്. നമുക്ക് അതിവിപുലമായ ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അതിനോട് കിടപിടിക്കുന്ന ഒരു പ്രൈവറ്റ് സെക്ടർ ആരോഗ്യമേഖലയും നമുക്ക് ഇവിടെയുണ്ട്. ഓവർ 70% ഓഫ് ദ പോപ്പുലേഷൻ ആക്സസസ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ നാഷണൽ ആവറേജ് എന്നാണ് പറയുന്നത്. നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ആളുകൾ പൊതുജനാരോഗ്യ മേഖലയെ ആശ്രയിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. 70%-ലധികം ജനം പൊതുജനാരോഗ്യ മേഖലയെ ആശ്രയിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് സമ്മറി ടേബിൾ, ആ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സമ്മറി ടേബിളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ 6 ആണെങ്കിൽ ദേശീയ തലത്തിൽ 28. മെറ്റേണൽ മോർട്ടാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് 30 കേരളത്തിലെങ്കിൽ 97 ഇവിടെ ദേശീയ തലത്തിൽ. ലൈഫ് എക്സ്പെക്റ്റൻസി കേരളത്തിൽ പുരുഷന്മാർക്ക് 75 സ്ത്രീകൾക്ക് 78 ദേശീയ തലത്തിൽ അത് 69. ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അതാണ് 100 പേരെടുത്തു കഴിഞ്ഞാൽ 14.2 കേരളത്തിലെ ബർത്ത് റേറ്റ് എങ്കിൽ 100 പേരെടുത്തു കഴിഞ്ഞാൽ അത് 19.5 എവിടെ ഇന്ത്യയിൽ ദേശീയ തലത്തിലുള്ളത്. ഇനി പബ്ലിക് ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എത്രയാണ്, വളരെ കുറവാണ് അല്ലേ. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതായത് ആശുപത്രികളിൽ, സർക്കാരിൻ്റെ അംഗീകാരമുള്ള ആശുപത്രികളിൽ നടത്തപ്പെടുന്ന പ്രസവങ്ങളാണ്, ജന്മങ്ങളാണ് 99%. 1% താഴെ മാത്രമാണ് വീടുകളിൽ നടത്തപ്പെടുന്നത് അല്ലേ. 89% എവിടെയാണ് നടത്തപ്പെടുന്നത്, ഇന്ത്യയിൽ ദേശീയ തലത്തിൽ നമ്മൾ നോക്കിയാൽ 89% ആശുപത്രികളിലും 11% ഇപ്പോഴും വീടുകളിലുമാണെന്നാണ് പറയുന്നത്. ഇനി ഇത് ആരോഗ്യമേഖലയിലെ പുരോഗതി, കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ ആരോഗ്യമേഖലയിലെ പുരോഗതിയാണ് നമ്മളിപ്പോൾ വിലയിരുത്തിയത്. ഇത് നോക്കുന്നത് എഡ്യൂക്കേഷൻ സെക്ടർ അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എഡ്യൂക്കേഷൻ സെക്ടറിലെ അച്ചീവ്മെൻറ്റ്സ് എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. എഡ്യൂക്കേഷൻ സെക്ടറിലെ അച്ചീവ്മെൻറ്റ്സ് എന്തെല്ലാമാണ്? ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള, സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനമാണ്. 2021-22 കണക്ക് പ്രകാരം 96.2% കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. അത് ദേശീയ ശരാശരിയായ 77.7 വളരെ കൂടുതലാണ്. അതിൽ നിന്നും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നൊരു കാര്യം കേരളം സാക്ഷരതയിലേറെ മുന്നിലാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസമുള്ള, എഴുതുവാനും വായിക്കുവാനും കഴിവുള്ള സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ 94% കാണിക്കുന്നത് എന്താണ്? ജെൻഡർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരുടേതിന് തുല്യമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് സ്ത്രീ പുരുഷ അസമത്വം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇല്ലാതെയാക്കി എന്നൊരു സൂചനയാണ് ഇവിടെ കാണുന്നത്. ഇനിയോ ഫസ്റ്റ് സ്റ്റേറ്റ് ടു അച്ചീവ് യൂണിവേഴ്സൽ ലിറ്ററസി, അതായത് ആ സാർവത്രിക സാക്ഷരത എന്ന് പറയുന്നത്, ആഗോള സാക്ഷരത എന്ന് പറയുന്ന കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. 1991 കേരളം സാക്ഷരത കൈവരിച്ചത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ നോക്കിയാൽ പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? യൂണിവേഴ്സൽ സ്കൂൾ എൻറോൾമെൻ്റ് എന്ന് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സൽ സ്കൂൾ എൻറോൾമെൻ്റ് എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുവാൻ ചെല്ലുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ സ്കൂൾ എൻറോൾമെൻ്റ് എന്ന് പറയുന്നത്. അത്
ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്നാണ് പറയുന്നത്. 100%-നടുത്താണ് പ്രൈമറി ലെവലിലും അപ്പർ പ്രൈമറി ലെവലിലും നമ്മളുടെ സ്കൂൾ പ്രവേശനമെന്നാണ് ഈ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഹൈ ട്രാൻസിഷൻ റേറ്റ്സ് ഫ്രം പ്രൈമറി ടു സെക്കൻഡറി ലെവൽസ് എന്ന് പറയുന്നു. ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നതാണ് 1% താഴെ മാത്രമേ ഉള്ളൂ. അതായത് നമ്മളൊരു 300 കുട്ടികളെ 1ാം ക്ലാസ്സിൽ കൊണ്ടുചെന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ കുട്ടി ആ അക്കാഡമിക് ഇയർ അവസാനിക്കുമ്പോൾ 299 പേരും ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടാകും. ഒരാൾ പോയാൽ അതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. ആ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനമായ കേരളം. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിജിറ്റൽ ആക്സസ് നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? അടിസ്ഥാന സൗകര്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരുമൊക്കെ അല്ലെങ്കിൽ നമ്മളിൽ പലരുമൊക്കെ പഠിക്കുന്ന സമയത്ത് ബോർഡും ചോക്കും ഡസ്റ്ററും ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകൻ പഠിപ്പിച്ചിരുന്ന സ്ഥാനത്ത് മാറിയിട്ട് ഇപ്പോൾ ഹൈടെക് സ്കൂളുകളായി വന്നിരിക്കുകയാണ്. പ്രൊജക്ടറും ലാപ്ടോപ്പും ഡിജിറ്റൽ ടി വിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ഡിജിറ്റൽ സ്ക്രീനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണെന്ന് പല സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ? ഏകദേശം 10,000-ഓളം സർക്കാർ സ്കൂളുകളിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ത് ചെയ്തിട്ടുണ്ട്? സ്മാർട്ട് ക്ലാസ് റൂമുകൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ആൾ ഗവൺമെൻറ് സ്കൂൾസ് ഹാവ് സ്മാർട്ട് ക്ലാസ് റൂംസ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇ ലേണിംഗ് ടൂൾസ്. എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഇപ്പോൾ എന്താണ്? വിവര സാങ്കേതിക വിദ്യ വളരെ അനായാസമായിട്ട് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുണ്ട്, ഇ ലേണിംഗ് ടൂൾസുകളുമുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലിറ്റിൽ കൈറ്റ്സ് അല്ലേ? കൈറ്റ്സ്, വിക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഇറ്റ് ക്ലബ്സ് ഫോർ സ്റ്റുഡൻസ് ടു ഫോസ്റ്റർ ഡിജിറ്റൽ സ്കിൽസ്. വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പഠിക്കുവാനെത്തുന്ന കുട്ടികളുടെ സാങ്കേതികപരമായിട്ടുള്ള കഴിവുകളെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് IT ക്ലബ്ബുകൾ മിക്കവാറും സ്കൂളുകളിൽ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. അത് വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതിയാണ് കാണിക്കുന്നത്. ഇനിയോ ഫോക്കസ് ഓൺ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി എന്ന ഒരു ഘടകമുണ്ട്. ഫോക്കസ് ഓൺ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി. എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ക്വാളിറ്റിയും ഇക്വിറ്റിയുമാണ്. അതെങ്ങനെയാണ്? പബ്ലിക് സ്കൂൾ റിവൈവൽ മൂവ്മെൻറ്റ് ഇംപ്രൂവ്ഡ് ട്രസ്റ്റ് ഇൻ ഗവൺമെൻറ് സ്കൂൾസ്. അതായത് ഒരു കാലത്ത് സർക്കാർ സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ കുഴിഞ്ഞുപോക്ക് അതിഭീകരമായിരുന്നു. അങ്ങനെ സർക്കാർ സ്കൂളുകൾ ഓരോന്നായിട്ട് അടച്ചുപൂട്ടപ്പെടുമെന്നൊരു ഭീഷണി വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റുന്ന തരത്തിൽ, കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്? ഗവൺമെൻറ് സ്കൂൾസ് നൗ കോമ്പറ്റ് വിത്ത് പ്രൈവറ്റ് സ്കൂൾസ്. സർക്കാർ സ്കൂളുകളിപ്പോൾ സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളുമായിട്ട് മത്സരിക്കുകയാണ്. അത്രയ്ക്ക് കിടുക്കാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂൾസിനെ അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യത്തിലേ. അതേപോലെ 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ എന്തുണ്ട്? ഇംഗ്ലീഷ് മീഡിയം ഫെസിലിറ്റി ഉണ്ട്. പിന്നെയോ കോ കരിക്കുലർ ഓപ്പർച്യൂണിറ്റീസ്. വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നതിനൊപ്പം അവൻ്റെ മറ്റു പല കഴിവുകളും വളർത്തിയെടുക്കുവാനും കായികപരമായിട്ടുള്ള അഭിരുചികളുണ്ടെങ്കിൽ അതിനെ തേച്ച് മിനുക്കിയെടുക്കുവാനുമുള്ള അവസരങ്ങൾ ഇപ്പോൾ സ്കൂളുകൾ നൽകുന്നുണ്ട്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് സ്വകാര്യ വിദ്യാഭ്യാസ രംഗവുമായിട്ട് കിടമത്സരത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട്. ഇനി ഹയർ എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ നമ്മൾ നോക്കിയാലോ? ദ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഹൈ എഡ്യൂക്കേഷനിൽ അറൗണ്ട് 37% ആണ് അല്ലേ? അതായത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്ന ആൾക്കാർ 100 പേര് പഠിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൽ 37%-ഓളം ആളുകൾ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇടക്കൊച്ച് പല കൊഴിഞ്ഞുപോക്കുകളുണ്ടാകും. LP സ്കൂൾ കഴിയുമ്പോഴും UP സ്കൂൾ കഴിയുമ്പോഴും ഹയർ സെക്കൻഡറി കഴിയുമ്പോഴും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും കഴിയുമ്പോഴും എന്താ സംഭവിക്കുക? കുറേ ആൾക്കാർ കൊഴിഞ്ഞു പോകും. പക്ഷേ ഈ കൊഴിഞ്ഞു പോകാതെ തുടരുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കും. അതാണ് ഹയർ എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. 100 പേരിൽ 37 പേരും എവിടെ എത്തുന്നുണ്ട്? അവർ ഉന്നത നിലവാരം ഉള്ള വിദ്യാഭ്യാസം നേടുന്നതിൽ എത്തുന്നുണ്ട്. ഇത് ദേശീയ ശരാശരിയേക്കാൾ ഒരുപാട് മുകളിലാണെന്നാണ് പറയുന്നത്. പിന്നെയോ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, സർവകലാശാലകളുണ്ട്. അപ്പോൾ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുമൊക്കെ ധാരാളമുള്ള നമ്മുടെ നാടെന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാണ്. എംഫസൈസസ് ഓൺ സയൻസ്, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് സയൻസ്, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ കൂടുതൽ കഴിവുകളും അവസരങ്ങളും നേടിയെടുക്കുന്നതിലാണ് നമ്മുടെ കുട്ടികൾ കൂടുതലും താല്പര്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയുള്ളത് എന്താണ്? സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് അല്ലേ? സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. അതിനുള്ള ഒരു ഉപാധി എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ASAP എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ട്രെയിൻസ് യൂത്ത് ഇൻ ജോബ് റെഡി സ്കിൽസ് ആണ് അല്ലേ? ഒരു തൊഴിൽ ലഭിക്കുവാനായിട്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള സ്കില്ലുകൾ ചെറുപ്പക്കാർക്ക് പകർന്നു നൽകുന്നൊരു സ്ഥാപനമാണ് ASAP അഥവാ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്.
കേരള നോളജ് എക്കോണമി മിഷൻ, അടുത്തൊരു മിഷനാണ് കേരള നോളജ് എക്കോണമി മിഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ദൗത്യമാണ്. ഫോക്കസ് ഓൺ എംപ്ലോയബിലിറ്റി ഇൻ നോളജ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ എംപ്ലോയബിലിറ്റി ഇൻ നോളജ് സെക്ടർ, അറിവധിഷ്ഠിത മേഖലയിൽ തൊഴിലിൻ്റെ സാധ്യതകൾ തുറന്നു കൊടുക്കുക അല്ലെങ്കിൽ തൊഴിലിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുക എന്ന് പറയുന്നൊരു സമീപനമാണ് കേരള നോളജ് എക്കോണമി മിഷൻ കൈകാര്യം ചെയ്യുന്നത്. ഇനി അടുത്ത സംവിധാനമാണ് കൗശൽ കേന്ദ്രാസ് ആൻഡ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്. അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മറ്റുമൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൂടുതൽ കഴിവ് കിട്ടണമെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം, പരിശീലനം വേണം. അതിലുള്ളൊരു കേന്ദ്രമാണ് കൗശൽ കേന്ദ്രാസും അതേപോലെ സ്കിൽ പാർക്കുകളും. ഇനി നമുക്ക് നോക്കാം വിമൺസ് എംപവർമെൻറ്റ് വിയ എഡ്യൂക്കേഷൻ, അല്ലെ, വിമൺസ് എംപവർമെൻറ്റ് വിയ എഡ്യൂക്കേഷൻ, അതാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. വിമൺസ് എംപവർമെൻറ്റ് വിയ എഡ്യൂക്കേഷൻ, വനിതകളുടെ ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ എന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹൈ ഫീമെയിൽ ലിറ്ററസി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ പാർട്ടിസിപ്പേഷൻ എന്താണ്? പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കൊണ്ടുവരുന്നു. എന്താണ്? മെറ്റേണൽ ഹെൽത്ത്, മാതൃ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഫാമിലി പ്ലാനിംഗ്, കുടുംബ ആസൂത്രണം എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ സാധിക്കുന്നു. വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും കൊണ്ടുവരാൻ സാധിക്കുന്നു. എന്തെല്ലാമാണ്? ഹൈ ഫീമെയിൽ ലിറ്ററസി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ പാർട്ടിസിപ്പേഷനാണ് ബ്രിങ്സ് പോസിറ്റീവ് ഔട്ട്കംസ്. എന്തൊക്കെയാണ്? മെറ്റേണൽ ഹെൽത്ത്, ഫാമിലി പ്ലാനിങ്, വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നിവയാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. ഇനിയുണ്ട് എന്താണ്? സപ്പോർട്ട് സ്കീംസ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസീസ് ആണ്, അല്ലേ? സപ്പോർട്ട് സ്കീംസ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസീസ് എന്തെല്ലാമാണത്? മിഡ് ഡേ മീൽ സ്കീം എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ്, അല്ലെ? മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് എന്താണ്? ഉച്ചഭക്ഷണ പദ്ധതിയാണ്. ആ ഉച്ചഭക്ഷണ പദ്ധതി ഫലപ്രദമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. മിഡ് ഡേ മീൽ സ്കീം എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ്. ഫ്രീ യൂണിഫോംസ്, സൗജന്യമായിട്ട് യൂണിഫോമുകൾ കൊടുക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ലാപ്ടോപ്പുകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്തിന്? വിദ്യാർത്ഥികൾക്ക്, താഴെത്തട്ടിലുള്ള മേഖലയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിഫോമുകളും പാഠപുസ്തകങ്ങളും ലാപ്ടോപ്പുകളും എല്ലാം സൗജന്യമായിട്ട് നൽകുന്നൊരു സംവിധാനം ഇവിടെ നിലവിലുണ്ട്. ഇനിയോ സ്കോളർഷിപ്പ് ഫോർ SC/ST, OBC, മൈനോറിറ്റി ആൻഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ്. അതായത് പിന്നോക്കം നിൽക്കുന്ന പല വിഭാഗങ്ങൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? മുന്നോട്ട് വരുന്നതിന് വേണ്ടുന്ന ഒരു കൈത്താങ്, ഒരു കൈസഹായം കൊടുക്കുന്നുണ്ട്. ആ കൈസഹായത്തെയും കൈത്താങ്ങിനെയും നമ്മൾ വിശേഷിപ്പിക്കുന്നത് സ്കോളർഷിപ്പ് എന്ന് പേരിട്ടുകൊണ്ടാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, പിന്നോക്ക ജാതിയിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാം സ്കോളർഷിപ്പുകൾ കൊടുത്തിട്ട് പഠന മേഖലയിൽ അവരെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു മെഷേഴ്സ് എന്ന് പറയുന്ന സപ്പോർട്ട് സ്കീംസ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഡീസെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷണൽ ഗവേണൻസിലേക്കാണ് നോക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷണൽ ഗവേണൻസ് എന്താണ്? ഡീസെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷണൽ ഗവേണൻസ്, LSG ആൻഡ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, അതായത് PTA പോലെയുള്ള കമ്മിറ്റികൾ, ആ കമ്മിറ്റികളാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ ആ സ്കൂളിലെടുക്കുന്നത്. എംഫസൈസസ് ഓൺ കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ഓഫ് സ്കൂൾസ്, അതായത് ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൊതുസ്വത്താണെന്നും ആ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ആ പൊതുസമൂഹത്തിന് ഇടപെടുവാനും ആ സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ മാറ്റിക്കൊണ്ട് ആ സ്കൂളിനെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും ആ കമ്മ്യൂണിറ്റിക്ക് അവകാശമുണ്ടെന്ന് പറയുന്നൊരു സംവിധാനമാണ് ഡീസെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷണൽ ഗവേണൻസ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം. ഇനി നമുക്ക് 10ാമത്തെ പോയിന്റിലേക്കൊന്ന് നോക്കാം. എന്താണ് 10ാമത്തെ പോയിന്റ്? എഡ്യൂക്കേഷണൽ ഇൻഡിക്കേറ്റേഴ്സ് സമ്മറി ടേബിൾ എന്ന് നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷണൽ ഇൻഡിക്കേറ്റേഴ്സ് സമ്മറി ടേബിൾ അതെന്താണ് അർത്ഥം വെക്കുന്നത്? നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പട്ടികയാണിത്. നമ്മൾ നേരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയുണ്ട്. ലിറ്ററസി റേറ്റ് എത്രയാണ്? 96.2%. 96.2% നമ്മുടെ ലിറ്ററസി റേറ്റ്. 77.7% ഇന്ത്യയുടെ ദേശീയ ശരാശരി എന്ന് പറയുന്നത്. ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് വെറും 94%, അല്ലേ? വെറും 6% മാത്രമാണ് കുറവ്. എന്നാൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നോക്കിയാൽ 70% വരും ഇത്. GER നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഉണ്ട്. ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ അത് 100% കേരളത്തിൽ. പഠിക്കാൻ ചെല്ലുന്ന കുട്ടികളിൽ ഒരാൾ പോലും തന്നെ ഇടയ്ക്ക് വെച്ച് പഠനം മതിയാക്കി സ്കൂളിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്നൊരു ശീലം നമ്മുടെ കേരളത്തിലില്ല. എന്നാൽ ഇന്ത്യയിൽ 95% മാത്രമേ ഇതുള്ളൂ. 5%-ഓളം ആളുകൾ മറുകര എത്താറില്ല, അവർ ഇടയ്ക്ക് വെച്ച് മുങ്ങും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വളരെ കുറവാണ്. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 12%-ഓളം വരുമെന്നാണ് പറയുന്നത്. അതാണ് എഡ്യൂക്കേഷണൽ ഇൻഡിക്കേറ്റേഴ്സ് സമ്മറി ടേബിൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ എന്ന് പറയുന്നത് കേരളത്തിൽ 20 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നാണെങ്കിൽ
ദേശീയ തലത്തിൽ എത്രയാണ്? 30 പേർക്കൊന്ന് എന്നുള്ളതാണ് കണക്ക്. 30 പേർക്കൊന്ന് എന്നുള്ളതാണ് ദേശീയ തലത്തിലെ കണക്ക് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ബിഹൈൻഡ് കേരള സക്സസ്, അല്ലെ, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, സ്ട്രോങ് പൊളിറ്റിക്കൽ വിൽ ആൻഡ് പോളിസി കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ക്രോസ് പാർട്ടി കൺസെൻസസ് ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് ഏത് മുന്നണി ഭരിച്ചാലും ആ മുന്നണികളെല്ലാം, ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കറിയാം ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ളൊരു ജനസമൂഹമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമെന്ന്. അതാണ് അതിന് കാരണം. രണ്ടാമത്തെ ഘടകം നോക്കിയാൽ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് എന്ന് പറയും. ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് എന്താണ്? എംപവേർഡ് ലോക്കൽ ബോഡീസ് പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് സ്കീംസ് എഫക്റ്റീവ്ലി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആ പ്ലാനുകളും പദ്ധതികളുമെല്ലാം ഫലപ്രദമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കുന്നുണ്ട്? വികസനം ഉണ്ടാവുന്നുണ്ട്. അടുത്ത സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആണ്. എന്താണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? 19th 20th സെഞ്ച്വറി സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആണ്, അല്ലേ? 19th 20th സെഞ്ച്വറി സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആണ്. എക്സാമ്പിൾ ഏതാണ്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയുമൊക്കെയാണ് ആ പറയുന്ന 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലുമൊക്കെയുള്ള ഈ പറയുന്ന സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഹൈ സോഷ്യൽ ക്യാപിറ്റൽ ലിറ്ററസി ഉണ്ട്, അല്ലേ? ഹൈ സോഷ്യൽ ക്യാപിറ്റൽ ലിറ്ററസി ഉണ്ട്. എന്താണ് ഹൈ സോഷ്യൽ ക്യാപിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്? നമ്മുടെ സാമൂഹ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ, സാമൂഹ്യ സമ്പത്താണ്. വിദ്യാഭ്യാസവും സാമൂഹ്യ സമ്പത്തും സാക്ഷരതയുമെല്ലാമുള്ള ഒരു മേഖലയാണ് ഇവിടെയുള്ളത്. ലിറ്ററേറ്റ് ആൻഡ് ഹെൽത്ത് അവെയർ സൊസൈറ്റി എൻഷ്വേഴ്സ് ഡിമാൻഡ് ഫോർ ക്വാളിറ്റി പബ്ലിക് സർവീസ്, അതായത് അറിവും ആരോഗ്യവുമുള്ളൊരു സമൂഹം എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. അതാണ് പബ്ലിക് സർവീസസ്. ഇനി റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് NGOs, NGOകളുടെ റോളും സിവിൽ സൊസൈറ്റിയുടെ പങ്കും അതാണ് ഇത് നോക്കുന്നത്. എന്താണ്? ആക്റ്റീവ് സിവിൽ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ്. പ്ലാനിംഗ്, മോണിറ്ററിംഗ് എന്നീ മേഖലയിൽ ആക്റ്റീവ് സിവിൽ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുത. ചലഞ്ചസ് എഹെഡ്. എന്താണ് ചലഞ്ചസ് എഹെഡ്, അല്ലേ? ചലഞ്ചസ്, എന്തെല്ലാം ചലഞ്ചസ് ആണ്? ഹെൽത്ത് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഹെൽത്ത്. റൈസ് ഇൻ NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അല്ലേ? നമ്മൾ ഈ പറയുന്ന വികസനം, കേരള മോഡൽ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ചലഞ്ചുകൾ നമ്മൾ ചോദിച്ചാൽ മനസ്സിൽ വരേണ്ടുന്ന കാര്യങ്ങൾ ഇതാണ്. NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ വളർച്ച, ഏജിങ് പോപ്പുലേഷൻ, പ്രായമായിക്കൊണ്ടിരിക്കുന്ന ജനത, ഹെൽത്ത് ഫിനാൻസിങ്, ആരോഗ്യമേഖലയിലുള്ള ആ ഒരു ഫിനാൻസിങ്, പ്രൈവറ്റ് സെക്ടർ റെഗുലേഷൻ, സ്വകാര്യ മേഖലയ്ക്ക് ഏർപ്പെടുത്തപ്പെട്ട കടിഞ്ഞാണുകളെല്ലാം ആരോഗ്യമേഖലയ്ക്കുള്ള വെല്ലുവിളികളാണ്. ഇനി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ച് നോക്കിയാലോ? ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസപരമായിട്ടുള്ള ഡിവൈഡ് തടസ്സമാണത്. ക്വാളിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അല്ലേ? വിദ്യാഭ്യാസ മേഖലയിലുള്ള ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെയുണ്ട്, അല്ലേ? ക്വാളിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ. മിസ്മാച്ച് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, പഠിച്ച കോഴ്സും ചെയ്യുന്ന തൊഴിലും രണ്ടും രണ്ടായി വരുന്നതാണ് മിസ്മാച്ച് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ PhD എടുത്തൊരു വ്യക്തി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ക്ലർക്കായിട്ട് പോയി കഴിഞ്ഞാൽ അതാണ് മിസ്മാച്ച് എന്ന് പറയുന്നത്. ഡിക്ലൈനിങ് ലേണിംഗ് ഔട്ട്കംസ്, കൂടുതൽ നേടുകയും പഠിക്കുകയും ചെയ്യുന്നത് വഴിയുള്ള ഔട്ട്കം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നൊരവസ്ഥാവിശേഷം. ഇതാണ് ചലഞ്ചസ് എഹെഡ് എന്ന് പറയുന്നത്. ഇനി വേ ഫോർവേഡ് ഉണ്ട്. എന്താണ് വേ ഫോർവേഡ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? വേ ഫോർവേഡ് എന്താണ്? സ്ട്രെങ്തൻ പബ്ലിക് ഹെൽത്ത് ഫിനാൻസിങ് ആൻഡ് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയും, അല്ലേ? സ്ട്രെങ്തൻ പബ്ലിക് ഹെൽത്ത് ഫിനാൻസിങ് ആൻഡ് ഇൻഷുറൻസ് കവറേജ്. നമ്മുടെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന പബ്ലിക് ഹെൽത്ത് മേഖലയെ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. എൻഹാൻസ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടീച്ചർ ട്രെയിനിങ്, അല്ലേ? എൻഹാൻസ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടീച്ചർ ട്രെയിനിങ്, അതായത് ഇതിന് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. എക്സ്പാൻഡ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ജെറിയാട്രിക് കെയർ, അല്ലേ? വൃദ്ധ സദനങ്ങൾ ഇവിടെ പെരുകുന്നുണ്ട്. അപ്പോൾ എന്താണ്? വൃദ്ധന്മാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യനില പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ജെറിയാട്രിക് കെയർ എന്ന് പറഞ്ഞൊരു ഘടകം ഇവിടെയുണ്ട്. ഇംപ്രൂവ് ഇൻഡസ്ട്രി അക്കാഡമിയ ലിങ്കേജസ് ഫോർ എംപ്ലോയബിലിറ്റി. ഇംപ്രൂവ് ഇൻഡസ്ട്രി അക്കാഡമിയ ലിങ്കേജസ് ഫോർ എംപ്ലോയബിലിറ്റി. ഫോക്കസ് ഓൺ ക്ലൈമറ്റ് റിസൈലൻ്റ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലേ? ഫോക്കസ് ഓൺ ക്ലൈമറ്റ് റിസൈലൻ്റ് ഹെൽത്ത് ആൻഡ് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ ഒരുപാട് നാഴികക്കല്ലുകൾ താണ്ടിയിട്ടുണ്ട്. അതുവഴി മാനവ വികസന സൂചികയിൽ നമ്മൾ ഒരുപാട് വിജയങ്ങളും കൈവരിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുകരണീയമായിട്ടുള്ളൊരു മാതൃകയാണ് നമ്മുടെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്
എല്ലാവർക്കും സമതുലിതമായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയുള്ളൊരു വികസനം തന്നെയാണ് നമ്മുടെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്നൊവേഷൻസ് നടത്തണം, പുതിയതായിട്ട് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലഞ്ചസിനെ എന്ത് ചെയ്യണം? നമ്മൾ ഫേസ് ചെയ്യണം. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക മേഖലയെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? മാറ്റം വരുത്തണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നിലനിൽക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഓർക്കുന്നുണ്ടോ? ആ പറഞ്ഞ കാര്യങ്ങൾ അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ നോക്കിയപ്പോൾ നമ്മൾ ആരോഗ്യ മേഖലയിൽ കൈവരിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞു. ഏതെല്ലാമായിരുന്നു? ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി, ലോ ഇൻഫൻ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, പിന്നെയോ യൂണിവേഴ്സൽ പ്രൈമറി ഹെൽത്ത് കെയർ, സക്സസ് ഓഫ് പബ്ലിക് ഹെൽത്ത് മിഷൻസ്, NCD കൺട്രോൾ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ, റെസ്പോൺസ് ടു പാൻഡമിക്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എമർജൻസീസ്, പബ്ലിക് ആൻഡ് വേഴ്സസ് പ്രൈവറ്റ് ഹെൽത്ത്, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് സമ്മറി ടേബിൾ. ഇനി എഡ്യൂക്കേഷൻ സെക്ടറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നോക്കിയാലോ, ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ നമുക്കുണ്ട് അല്ലേ? പിന്നെയോ യൂണിവേഴ്സൽ സ്കൂൾ എൻറോൾമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ലോകരാഷ്ട്രങ്ങളേതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പിള്ളേർ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ട്, അവരുടെ കൊച്ചിട്ടിട്ട് പോരുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിജിറ്റൽ ആക്സസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അടുത്ത ഫോക്കസ് ഓൺ ക്വാളിറ്റി ആൻഡ് ഇക്വിറ്റി അതിവിടെയുണ്ട്. പിന്നെയോ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ ഇവിടെയുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഇവിടെയുണ്ട്. വുമൺസ് എംപവർമെൻറ്റ് വിയ എഡ്യൂക്കേഷൻ ഉണ്ട്, വുമൺസ് എംപവർമെൻറ്റ് വിയ എഡ്യൂക്കേഷൻ ഉണ്ട്. സപ്പോർട്ട് സ്കീംസ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസീസ് ഉണ്ട്. ഡീസെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷണൽ ഗവേണൻസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ ഇൻഡിക്കേറ്റേഴ്സ് സമ്മറി ടേബിൾ ഉണ്ട്. ഇനി ഫാക്ടേഴ്സ് ബിഹൈൻഡ് കേരളാസ് സക്സസ് അല്ല, കേരളത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സ്ട്രോങ് പൊളിറ്റിക്കൽ വിൽ ആൻഡ് പോളിസി കണ്ടിന്യൂറ്റി, ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, ഹൈ സോഷ്യൽ ക്യാപിറ്റൽ ആൻഡ് ലിറ്ററസി, റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് NGOs, ചലഞ്ചസ് പ്രധാനപ്പെട്ട ചലഞ്ചസ് നമ്മൾ പറഞ്ഞു. ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലുമുള്ള പ്രധാനപ്പെട്ട ചലഞ്ചസിനെ പറ്റി നമ്മൾ പറഞ്ഞു. വേ ഫോർവേഡ് അല്ലേ, നമ്മൾ മുന്നോട്ട് ചിന്തിക്കേണ്ടുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൺക്ലൂഷനും നമ്മൾ പറഞ്ഞു. ഇനി കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും പോളിസികളും ഇനിഷ്യേറ്റീവ്സും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന മേഖലയാണ് നമ്മൾ നോക്കുന്നത്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, പോളിസീസ്, ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഇമ്പാക്റ്റ് ആണ് നമ്മളിനി നോക്കുന്നത്. അതിലേക്ക് നോക്കിയാൽ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം എത്രയാണ്? കേരള മോഡൽ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു എ യുണീക്ക് ഡെവലപ്മെൻറ്റ് ട്രാജക്ടറി ഫോളോഡ് ബൈ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള ക്യാരക്ടറൈസ്ഡ് ബൈ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വിറ്റി, അച്ചീവ്ഡ് വിത്ത് റിലേറ്റീവ്ലി ലോ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അതായത് നമുക്ക് മാനവ വികസന സൂചികയിൽ നമ്മൾ ഒരുപാട് മുന്നിലാണ്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വിറ്റി എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ്. അച്ചീവ്ഡ് വിത്ത് റിലേറ്റീവ്ലി ലോ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ് അല്ലേ? അച്ചീവ്ഡ് വിത്ത് റിലേറ്റീവ്ലി ലോ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സംവിധാനവും ഇവിടെയുണ്ട്. coined by economists like Amartya Sen and Jean Dresse. It demonstrates that human development does not necessarily require high economic growth എന്നാണ് പറയുന്നത്. അമർത്യ സെന്നും ജീൻ ജാക്കോസ് ഡ്രസകയും ഒക്കെ എന്താണ് ഇതിനെ ഒരുപാട് പാടിപ്പുകഴ്ത്തി എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സാമ്പത്തിക വളർച്ചയൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കേരളത്തെ കണ്ടുപിടിക്കൂ, കേരളത്തിൽ കുറഞ്ഞ പ്രതിശീർഷ വരുമാനമാണുള്ളത്, ആളോഹരി വരുമാനമാണുള്ളത്, കേരളത്തിൽ വളരെ കുറഞ്ഞ നിലയിലുള്ള വ്യാവസായിക വളർച്ചയാണുള്ളത്. പക്ഷേ എന്നിരുന്നാലും കേരള മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് മാനവിക വികസനം നൽകിയിട്ടുള്ള കാര്യഘടകങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഇനി കോർ ഫീച്ചേഴ്സ് ഓഫ് ദ കേരള മോഡൽ നമുക്ക് നോക്കാം അല്ലേ? കോർ ഫീച്ചേഴ്സ് ഓഫ് ദ കേരള മോഡൽ, കോർ ഫീച്ചേഴ്സ് ഓഫ് ദ കേരള മോഡലാണ്. അപ്പോൾ ഫീച്ചറും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്താണ്? ഹൈ ലിറ്ററസി റേറ്റ് ആണ്. ഹൈ ലിറ്ററസി റേറ്റ് എത്രയാണ്? 96% ലിറ്ററസി നമുക്കുണ്ട്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. വളരെ കുറഞ്ഞ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, അതേപോലെ മെറ്റർണിറ്റി മോർട്ടാലിറ്റി റേറ്റും ഉണ്ട്. അതും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ അളവിലാണ് നമുക്കുള്ളത്. ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട്. അത് 75-78 വർഷമാണ് ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ജെൻഡർ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഹൈ ഫീമെയിൽ ലിറ്ററസി ഉണ്ട്, ലോ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്. ഹൈ ഫീമെയിൽ ലിറ്ററസിയും ലോ ഫെർട്ടിലിറ്റി റേറ്റും ഉണ്ട്. അത് ജെൻഡർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്.
സോഷ്യൽ ഇക്വിറ്റി ഉണ്ട്. സോഷ്യൽ ഇക്വിറ്റി ഫോക്കസ് ഓൺ SC/ST മൈനോറിറ്റീസ് ആൻഡ് മാർജിനലൈസ്ഡ് ആണ്. സോഷ്യൽ ഇക്വിറ്റി ഫോക്കസ് ഓൺ SC/ST മൈനോറിറ്റീസ് ആൻഡ് മാർജിനലൈസ്ഡ്. അപ്പോൾ പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ, ന്യൂനപക്ഷങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇവരൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ നമുക്ക് എന്തുണ്ട്? ഒരു സോഷ്യൽ ഈക്വിറ്റി ഇവിടെയുണ്ട്. പബ്ലിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഉണ്ട്. പബ്ലിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ അതാണ് റോബസ്റ്റ്, ആക്സസിബിൾ ആൻഡ് അഫോർഡബിൾ എന്ന് പറയുന്നത്, അല്ലേ? പബ്ലിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ആക്സസിബിൾ ആണ്, അത് അഫോർഡബിളും ആയിട്ടുള്ളതാണ്. ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ്, അല്ലേ? പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിനിലൂടെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് നടത്തി, അതുവഴി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തി. ഒരല്പം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി പോകുന്നത്, അല്ലേ? ആക്റ്റീവ് സിവിൽ സൊസൈറ്റി എന്നാണ് പറയണത്. എന്തുകൊണ്ടാണ് സിവിൽ സൊസൈറ്റിക്ക് ഇത്രയധികം ആക്റ്റീവായിട്ട് വരാൻ സാധിക്കുന്നത്? അവിടെ ഹൈ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അവയർനെസ് ഉണ്ട്, ഉയർന്ന രാഷ്ട്രീയ അവബോധമുണ്ട്, ഉയർന്ന സാമൂഹ്യ അവബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആക്റ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ആക്റ്റീവ് സോഷ്യൽ സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി കീ പ്രോഗ്രാംസ്, പോളിസീസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ബിഹൈൻഡ് കേരള മോഡൽ, അല്ലേ? കീ പ്രോഗ്രാംസ്, പോളിസീസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ബിഹൈൻഡ് കേരള മോഡലിലേക്ക് നമ്മൾ നോക്കിയാൽ എന്താ പറയാൻ പറ്റുക? ഹെൽത്ത് സെക്ടർ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട് ഇവിടെ, അല്ലേ? ഹെൽത്ത് സെക്ടർ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? ഹെൽത്ത് സെക്ടർ ഇനിഷ്യേറ്റീവ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ആർദ്രം മിഷനാണ്. ആർദ്രം മിഷൻ എന്താണ്? റീവാംപ് ഓഫ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഇൻറ്റു ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഇംപ്രൂവ്ഡ് പബ്ലിക് ഹെൽത്ത് കെയർ എന്നാണ് പറയുന്നത്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ, അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് ആരോഗ്യമേഖലയിൽ ഒരു പുരോഗമനം കാഴ്ചവെക്കുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം മിഷൻ. കാരുണ്യ ബെനവലൻ്റ് ഫണ്ടുണ്ട്. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് എന്താണ്? ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ ക്രിട്ടിക്കൽ ഇൽനെസ് ലൈക്ക് ക്യാൻസർ, ഹെർട്ട് ഡിസീസ്, അതാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ എയ്ഡാണ്, അല്ലെ? സാമ്പത്തിക സഹായമാണ്. ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ ക്രിട്ടിക്കൽ ഇൽനെസ്സസ് ലൈക്ക് ക്യാൻസർ, ഹെർട്ട് ഡിസീസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ മുതലായ ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരുണ്യ ബെനവലൻ്റ് സ്കീം എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നടത്തുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് താലോലം സ്കീം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. താലോലം സ്കീം എന്താണ്? താലോലം സ്കീം ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഫോർ ചിൽഡ്രൻ അണ്ടർ 18 ആണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് താലോലം സ്കീം എന്നത്. അടുത്തത് ആർദ്രം മിഷനാണ്. എന്താണ് ആർദ്രം മിഷൻ? മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ഡിജിറ്റൽ ഹെൽത്ത് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മുടെ സാങ്കേതിക ആരോഗ്യത്തെക്കുറിച്ച്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ച്, മാനസിക ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യമാണിത്. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഉണ്ട്, അല്ലേ? കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫോക്കസ് ഓൺ പ്രിവെൻറ്റീവ് കെയർ ആൻഡ് പബ്ലിക് അവെയർനെസ് ആണ്. ഫോക്കസ് ഓൺ പ്രിവെൻറ്റീവ് കെയർ ആൻഡ് പബ്ലിക് അവെയർനെസ്, അല്ലെ? ഫോക്കസ് ഓൺ പ്രിവെൻറ്റീവ് കെയർ ആൻഡ് പബ്ലിക് അവെയർനെസ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. COVID-19 നിപ്പ റെസ്പോൺസ് ആണ്, അല്ലെ? COVID-19 നിപ്പ റെസ്പോൺസ് ഉണ്ട്. ഗ്ലോബലി പ്രൈസ്ഡ് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഹാൻഡ്ലിംഗ് എന്നാണ് പറയുന്നത്. നിപ്പ റെസ്പോൺസ്, COVID-19 നിപ്പ റെസ്പോൺസ് എന്താണ്? ഗ്ലോബലി പ്രൈസ്ഡ് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഹാൻഡ്ലിംഗ് ആണ് COVID-19. ഇനി എഡ്യൂക്കേഷൻ സെക്ടർ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. എന്താണ് എഡ്യൂക്കേഷണൽ സെക്ടർ ഇനിഷ്യേറ്റീവ്സ്? പ്രോഗ്രാം പോളിസി ഡിസ്ക്രിപ്ഷൻ എന്താണ്? ജനറൽ എഡ്യൂക്കേഷൻ റിജുവനേഷൻ മിഷൻ ഉണ്ട്, അല്ലേ? ജനറൽ എഡ്യൂക്കേഷൻ റീജുവനേഷൻ മിഷൻ ഉണ്ട്. എന്താണ്? ഇൻഫ്രാസ്ട്രക്ചറൽ ഇംപ്രൂവ്മെൻറ്റ്, ടീച്ചർ ട്രെയിനിങ്, അത് ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനറൽ എഡ്യൂക്കേഷൻ റിജുവനേഷൻ മിഷനാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊണ്ടുവരിക. പിന്നെയോ ഹൈടെക് സ്കൂൾ പ്രോഗ്രാമുകളുണ്ട്. സ്കൂളുകളിൽ ഹൈടെക് പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നത് എങ്ങനെ? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനേബിൾഡ് ക്ലാസ് റൂംസ് ഇൻ ഗവൺമെൻറ് സ്കൂൾസ്. ഗവൺമെൻറ് സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും ഇൻ്റർനെറ്റ് കണക്ഷനും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പഠനം നടത്തുന്ന പാഠ്യപദ്ധതിയാണ് നമ്മൾ ഹൈടെക് സ്കൂൾ പ്രോഗ്രാം എന്ന് വിശേഷിപ്പിക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സ് ഉണ്ട്. എന്താണ്? സ്റ്റുഡൻറ്റ് IT ക്ലബ്സ് ഫോർ കോഡിംഗ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ്, അല്ലേ? സ്റ്റുഡൻറ്റ് IT ക്ലബ്സ് ഫോർ കോഡിംഗ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ്, അതാണ് ലിറ്റിൽ KITEs എന്ന് പറയുന്നത്. പബ്ലിക് എഡ്യൂക്കേഷൻ റിജുവനേഷൻ ഉണ്ട്, അല്ലേ? പബ്ലിക് എഡ്യൂക്കേഷൻ റിജുവനേഷൻ എന്താണ്? ക്യാമ്പയിൻ റീബ്രാൻഡിങ് ആൻഡ് റിവൈവിങ് ഗവൺമെൻറ് സ്കൂൾസ് ആണ്, അല്ലെ? ക്യാമ്പയിൻ റീബ്രാൻഡിങ് ആൻഡ് റിവൈവിങ് ഗവൺമെൻറ് സ്കൂൾസ് ആണ്. എന്താണ്? പബ്ലിക് എഡ്യൂക്കേഷൻ റിജുവനേഷനാണ് ക്യാമ്പയിൻ റീബ്രാൻഡിങ് ആൻഡ് റിവൈവിങ് ഗവൺമെൻറ് സ്കൂൾസ് എന്ന് പറയുന്നത്. ഇനിയോ ഫ്രീ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, യൂണിഫോമുകളുണ്ട്, മിഡ് ഡേ മീലുകളുണ്ട്, എൻഷുറിങ് ഇൻക്ലൂസീവ് ആൻഡ് എക്വിറ്റബിൾ ആക്സസ് ഉണ്ട്.
അപ്പോൾ സൗജന്യമായി പാഠപുസ്തകങ്ങൾ നൽകുക, യൂണിഫോമുകൾ നൽകുക, ഉച്ചഭക്ഷണങ്ങൾ നൽകുക, അതുവഴി കൂടുതലായിട്ട് കുട്ടികളെ സ്കൂളുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ഗവേണൻസ്. എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ഗവേണൻസ്? ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ഗവേണൻസ് നമ്മൾ നോക്കിയാൽ അവിടെ നടപ്പിലാക്കിയിരിക്കുന്ന ചില പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ 2 പാഠഭാഗങ്ങളിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് പഠനം എന്ന് പറയുന്നത് അനായാസം പഠിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഉണ്ട്. എന്താണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ? ട്രാൻസ്ഫർ ഓഫ് 35 to 40% ഓഫ് പ്ലാൻ ഫണ്ട്സ് ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടും പദ്ധതി വികസനം അല്ലെങ്കിൽ വികസന ഫണ്ടും വികസനേതര ഫണ്ടും പദ്ധതി ഫണ്ടും പദ്ധതിയേതര ഫണ്ടും എന്നിങ്ങനെ ഫണ്ടുകളുണ്ട്. അതിൽ 35 മുതൽ 40% ഫണ്ടുകൾ പോകുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ ആസൂത്രണത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയോ 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം നമുക്കുണ്ട്. 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം എത്രയാണ്? 80 പേരുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് എന്നാണ് പറയുന്നത്. 80 പേരുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത്. 80 പേരുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് ഉണ്ട്. എന്താണ് പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ്? സിറ്റിസൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ബഡ്ജറ്റ് അലോക്കേഷൻ, അല്ലേ? സിറ്റിസൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ബഡ്ജറ്റ് അലോക്കേഷൻ, അതാണ് പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് സിറ്റിസൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ബഡ്ജറ്റ് അലോക്കേഷൻ. ഇനി എന്താണ് ഡിസ്ട്രിക്റ്റ് പ്ലാനിംഗ് കമ്മിറ്റീസ്, അല്ലേ? ഡിസ്ട്രിക്റ്റ് പ്ലാനിംഗ് കമ്മിറ്റീസ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ലോക്കൽ പ്ലാനിംഗ്, അല്ലെ? ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റികൾ ചെയ്യുന്നു. ഭരണഘടനാപരമായിട്ട് തദ്ദേശീയ ആസൂത്രണത്തിന് എന്താണ് ഭരണത്തിനും മറ്റൊക്കെ നിർവഹണം നൽകുന്നതിന് അധികാരം കൈമാറുന്നത് അല്ലെങ്കിൽ അതിനുള്ള തീരുമാനമെടുക്കുന്നത് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയാണെന്ന് നമുക്ക് പൊതുവെ പറയാനായിട്ട് സാധിക്കും. ഇനി വിമൺ എംപവർമെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ നയങ്ങൾ, പദ്ധതികൾ, അതിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിമൺ എംപവർമെൻറ്റ് ഇനിഷ്യേറ്റീവ്സിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന കാര്യം എന്താണ്? കുടുംബശ്രീ മിഷൻ എന്ന് പറഞ്ഞൊരു മിഷനുണ്ട്. എന്താണ് കുടുംബശ്രീ മിഷൻ ലക്ഷ്യം വയ്ക്കുന്നത്? കുടുംബശ്രീ മിഷൻ SHG നെറ്റ്വർക്ക് എംപവറിംഗ് വുമൺ സോഷ്യോ എക്കണോമിക്കലി എന്ന് പറയുന്നത്, അല്ലെ? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നുണ്ട്. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന ദൗത്യമാണ് കുടുംബശ്രീ മിഷൻ പേറുന്നത്. അടുത്ത ഷീ ടാക്സിയും ജെൻഡർ പാർക്ക്, ഈ സംവിധാനങ്ങളുണ്ട്. ഷീ ടാക്സി, ജെൻഡർ പാർക്ക് സംവിധാനങ്ങളുണ്ട്. എന്താണ്? ജെൻഡർ സെൻസിറ്റീവ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് സൗഹൃദമായിട്ടുള്ള, സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യമാണ് ഈ പറയുന്ന ജെൻഡർ പാർക്കുകളും ഷീ ടാക്സികളും എന്ന് പറയുന്നത്. അടുത്തത് വനിതാ പോലീസ് സ്റ്റേഷനാണ്. വനിതാ പോലീസ് സ്റ്റേഷൻ, ജെൻഡർ റെസ്പോൺസീവ് പോലീസിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. വനിതകൾ പോലീസുകാരായി വരുന്നു, വനിതകളുടെ കേസുകൾ അവർ തന്നെ അന്വേഷിക്കുന്നു, പരിഹാരം കണ്ടെത്തുന്നു, മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതാണ് വനിതാ പോലീസ് സ്റ്റേഷനുകൾ കൊണ്ട് സ്ത്രീ സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത്. മൈക്രോ എൻ്റർപ്രൈസ് സപ്പോർട്ട് ഉണ്ട്. മൈക്രോ എൻ്റർപ്രൈസ് സപ്പോർട്ട് വുമൺ ലെഡ്, അല്ലേ? വുമൺ ലെഡ് ബിസിനസ് ത്രൂ കുടുംബശ്രീ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സപ്പോർട്ട് കൊടുക്കണം. മൈക്രോ എൻ്റർപ്രൈസ് സപ്പോർട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സപ്പോർട്ട് വുമൺ ലെഡ് ബിസിനസ് ത്രൂ കുടുംബശ്രീ. സ്ത്രീകൾ നടത്തുന്ന ബിസിനസ്സുകൾ, കുടുംബശ്രീ സംഘങ്ങൾ വഴി സ്ത്രീകൾ നടത്തുന്ന ബിസിനസ്സുകൾക്ക് മതിയായ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇവിടം കൊണ്ട് അർത്ഥമാക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ സ്കീംസ് ഉണ്ട്, അല്ലേ? സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ സ്കീംസ് ഉണ്ട്. എന്താണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ സ്കീംസ്? പ്രോഗ്രാം ഡിസ്ക്രിപ്ഷൻ എന്താണ്? ആശ്വാസ് ക്ലിനിക്കുകൾ, അല്ലേ? ആശ്വാസ് ക്ലിനിക്കുകൾ ഉണ്ടെന്നാണ്. മെൻ്റൽ ഹെൽത്ത് സർവീസസ് അറ്റ് പ്രൈമറി ലെവലാണ്, അല്ലേ? മെൻ്റൽ ഹെൽത്ത് സർവീസസ് അറ്റ് പ്രൈമറി ലെവലാണ്. അതാണ് ആശ്വാസ് ക്ലിനിക്കുകൾ. മാനസിക ആരോഗ്യ കേന്ദ്രം താഴെത്തട്ടിൽ, മെൻ്റൽ ഹെൽത്ത് സർവീസസ് അറ്റ് പ്രൈമറി ലെവൽ. ഇനിയോ അഗതിരഹിത കേരളമുണ്ട്. അഗതിരഹിത കേരളം എന്താണ്? ടാർഗറ്റിംഗ് ഹോംലെസ്നെസ്, അല്ലേ? ഭവനമില്ലായ്മ അല്ലെങ്കിൽ പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്നൊരവസ്ഥ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും പാർപ്പിടം നൽകുന്ന ഒരു സംവിധാനമാണ്, അല്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഷെൽട്ടർ കൊടുക്കുന്ന, അഗതികളായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് അഗതിരഹിത കേരളം എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻസ് ഉണ്ട്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. ഓൾഡ് ഏജ് പെൻഷനുണ്ട്, ഡിസബിലിറ്റി പെൻഷനുണ്ട്, വിഡോ പെൻഷൻസ് ഉണ്ട്, അല്ലേ? ആ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓൾഡ് ഏജ് പെൻഷനുണ്ട്, ഡിസബിലിറ്റി പെൻഷനുണ്ട്, വിഡോ പെൻഷനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. വെൽഫെയർ ഫോർ SC/ST, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്? എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്സ്, ലാൻഡ് റിഫോംസ്, ഹോസ്റ്റൽസ്, അല്ലേ?
വെൽഫെയർ ഫോർ SC ST, എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പും ലാൻഡ് റിഫോമും എല്ലാം ഇവിടെ നടപ്പിലാക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ട്. എന്താണ് ട്രാൻസ്ജെൻഡർ പോളിസി? ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതാണ് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കാറ്റഗറി നമുക്കറിയാം ഒരു മൂന്നാം ലിംഗം എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കാറ്റഗറിയാണ്. സ്ത്രീയോ പുരുഷനോ അല്ലാത്ത മൂന്നാമതൊരു വിഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ആൾക്കാരാണ് 2015 ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രാൻസ്ജെൻഡർ പോളിസി തയ്യാറാക്കി. അതുവഴി എന്താ സംഭവിച്ചത്? ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അഡോപ്റ്റ് എ കോംപ്രഹെൻസീവ് ട്രാൻസ്ജെൻഡർ പോളിസിയാണ്. അവർ കോംപ്രഹെൻസീവ് ട്രാൻസ്ജെൻഡർ പോളിസി തയ്യാറാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്നുള്ള ഖ്യാതി ആർക്ക് കിട്ടുകയാണ്? നമുക്ക് കിട്ടുകയാണ്. നമുക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സ്റ്റേറ്റ് എന്നുള്ള ഒരു പദവി ലഭിക്കുന്നത്, ട്രാൻസ്ജെൻഡർ പോളിസി തയ്യാറാക്കിയ സ്റ്റേറ്റ് എന്നുള്ളൊരു പദവി ലഭിക്കുന്നത്. ഇനി എക്കണോമിക് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പോളിസീസ് നോക്കാം നമുക്കല്ലേ. എക്കണോമിക് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പോളിസീസ് നോക്കിയാൽ എന്താ കണക്കാക്കാൻ സാധിക്കുക? കേരള നോളജ് എക്കോണമി മിഷൻ എന്ന് പറഞ്ഞൊരു ദൗത്യമുണ്ട്. കേരള നോളജ് എക്കോണമി മിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്കിൽ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ ജോബ്സ്, റിമോട്ട് വർക്ക്സ് അല്ലേ. കേരള നോളജ് എക്കോണമി മിഷൻ എന്താണ് ഇവിടെ കൊണ്ട് അർത്ഥമാക്കുന്നത്? സ്കിൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ശേഷികളെ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക, അതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഡിജിറ്റൽ ജോബ്സ്, സാങ്കേതികപരമായിട്ടുള്ള തൊഴിലുകൾ എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുക, ഡിജിറ്റൽ ജോബ്സ്. റിമോട്ട് വർക്ക് എന്ന് പറയുന്ന സാധനം, ഡിജിറ്റൽ ജോബ് എന്ന് പറയുന്ന സാധനം, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം, ഇതെല്ലാം എന്ത് ചെയ്യുക, വികസിപ്പിക്കുകയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അസാപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്താണ് അസാപ്പ്? അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. അതാണ് അസാപ്പ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. എൻഹാൻസിങ് എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ് വരുന്നത് അല്ല, എൻഹാൻസിങ് എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ് അസാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി KSIDC ഉണ്ടെന്നാണ്, കിൻഫ്ര, KSIDC ഉണ്ട് അല്ല, കേരള സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതാണ് KSIDC. കിൻഫ്ര ഉണ്ട് അല്ലേ, കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ബോർഡ്, അതാണ് കിൻഫ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊമോഷന് വേണ്ടിയിട്ടും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുമുള്ള സ്കീമുകളാണ് KSIDCയും കിൻഫ്രയും. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഉണ്ട്. 2018 ഫ്ലഡിന് ശേഷം, 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം കൊണ്ടുവന്നൊരു പദ്ധതിയാണ് റീബിൽഡ് കേരള എന്ന് പറയുന്നത്. റിസൈലൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്നുള്ളതാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെയോ ഫോക്കസ് ഓൺ റെമിറ്റൻസസ്. ഫോക്കസ് ഓൺ റെമിറ്റൻസസ് എന്താണ്? എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് NRI റെമിറ്റൻസസ് ഇൻ ലോക്കൽ എക്കോണമി. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് NRI റെമിറ്റൻസസ് ഇൻ ലോക്കൽ എക്കോണമി, അതാണ് ഫോക്കസ് ഓൺ റെമിറ്റൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ NRIമാരുടെ ആ ഒരു ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശിക എക്കോണമിക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കുന്ന രീതി കൊണ്ടുവരുന്നത് വഴി ഇവിടുത്തെ ഫണ്ട് യൂട്ടിലൈസേഷൻ ഫലപ്രദമായിട്ട് എല്ലാവർക്കും നടപ്പിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എൻവയോൺമെൻറ്റൽ പോളിസീസ്. എന്താണ് എൻവയോൺമെൻറ്റൽ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്? ഇനിഷ്യേറ്റീവ് ഡിസ്ക്രിപ്ഷൻ അല്ലെ. എന്താണ് എൻവയോൺമെൻറ്റൽ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്? അല്ലെ, ഹരിത കേരള മിഷൻ ഉണ്ട്, ഹരിത കേരള മിഷൻ. അപ്പോൾ ഹരിത കേരള മിഷൻ എന്താണ്? സാനിറ്റേഷൻ ഉണ്ട്, വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, ഗ്രീനിങ് ക്യാമ്പയിൻസ് ഉണ്ട് അല്ലെ. സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഗ്രീനിങ് ക്യാമ്പയിൻസ് എന്നിവയാണ് ഹരിത കേരള മിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതെല്ലാമെന്ന് ചോദിച്ചാൽ സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഗ്രീനിങ് ക്യാമ്പയിൻസ്. ഇനി ജലസമൃദ്ധി പ്രൊജക്റ്റ് ഉണ്ട്. ജലസമൃദ്ധി പ്രൊജക്റ്റ് എന്താണ് അതുവഴി ഉദ്ദേശിക്കുന്നത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് വാട്ടർ കൺസർവേഷൻ ആണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് വാട്ടർ കൺസർവേഷൻ ആണ് ജലസമൃദ്ധി പ്രൊജക്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് വാട്ടർ കൺസർവേഷൻ. ഇനിയോ വെസ്റ്റേൺ ഗട്ട്സ് കൺസർവേഷൻ ഉണ്ട്. വെസ്റ്റേൺ ഗട്ട്സ് കൺസർവേഷൻ എന്താണ്? വെസ്റ്റേൺ ഗട്ട്സ് കൺസർവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ്. ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ്, അതാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് കൺസർവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ കേരള മോഡലിൻ്റെ ഇമ്പാക്റ്റിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എന്തൊക്കെയാണ് ഇമ്പാക്റ്റ്? ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ലിറ്ററസി റേറ്റ് 96.2% കേരളത്തിനുള്ളപ്പോൾ ഇന്ത്യക്കുള്ളത് 77 ആണ്. മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 30 1,00,000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ. എന്നാൽ നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത്രയാണ്, 97 മരണമാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 6 പേർ മാത്രമേ മരണപ്പെടുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ 28 പേർ മരണപ്പെടുന്നുണ്ട്. ആയുർദൈർഘ്യം കേരളത്തിൽ സ്ത്രീകൾക്ക് 78 പുരുഷന്മാർക്ക് 75 ഇന്ത്യയിൽ ഇത് മൊത്തം 69. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് ഒരു ഭാര്യ ഒരു ഭർത്താവ് അവർക്കുണ്ടാകുന്ന മക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 1.8 ആണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ നിരക്ക് 2-ലധികമാണ്.
അടുത്ത ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI എന്ന് പറയും അല്ലേ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ HDI ആണ്. എന്താണ് HDI എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് കോൺസിസ്റ്റൻ്റ്ലി ഹയസ്റ്റ് എമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലെ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കിയാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? തുടർച്ചയായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ്? നമ്മളാണ്. HDI കമ്പയറബിൾ ടു സം മിഡിൽ ഇൻകം കൺട്രീസ് ഗ്ലോബലി. ആഗോളതലത്തിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ നോക്കിയാൽ ഏതൊക്കെയോ ചില രാജ്യങ്ങൾ നമ്മളെക്കാൾ താഴെയാണ് എന്ന അവസ്ഥാവിശേഷമാണുള്ളത്. ഇനി ജെൻഡർ ഡെവലപ്മെൻ്റ് ഉണ്ട്. ജെൻഡർ ഡെവലപ്മെൻറ്റ് അല്ലെ, സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റാണ് ജെൻഡർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നാരോ ജെൻഡർ ഗ്യാപ്പ് ഇൻ ലിറ്ററസി, എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ. വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വിദ്യാഭ്യാസം, അതേപോലെ തന്നെ തൊഴിൽ, സാക്ഷരത എന്നിവയുമായി ബന്ധപ്പെട്ടുള്ളൂ. ഹൈ ഫീമെയിൽ ഓട്ടോണമി ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ SHG, അതായത് സ്ത്രീകളുടെ പങ്കാളിത്തം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ വളരെ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അതാണ് ഹൈ ഫീമെയിൽ ഓട്ടോണമി ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ SHG എന്ന് പറയുന്നത്. ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. എന്താണ് ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ? ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? സ്ട്രോങ് പെർഫോമൻസ് ഇൻ STHT എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഔട്ട്കംസ് ആണ് അല്ലെ. സ്ട്രോങ് പെർഫോമൻസ് ഇൻ SCST എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഔട്ട്കംസ്. കോംപ്രിഹെൻസീവ് വെൽഫെയർ ഫോർ എൽഡർലി, ഡിസേബിൾഡ്, ട്രാൻസ്ജെൻഡർ ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. അപ്പോൾ എല്ലാവർക്കും, പ്രായമായവർക്കും, ഭിന്നശേഷിക്കാർക്കും, ഭിന്നലിംഗക്കാർക്കും, അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കുമൊക്കെ പ്രത്യേകം ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനിയോ പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ അവെയർനെസ് അല്ലെ. പൊളിറ്റിക്കൽ ആൻഡ് സിവിക് അവെയർനെസ് എന്നുള്ള മേഖലയിലേക്ക് നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ആൻഡ് സിവിക് അവെയർനെസ് ആണ് ഹൈ വോട്ടർ ടേൺ ഔട്ട് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്. അതായത് നമ്മുടെ വോട്ടർമാരെന്ന് പറഞ്ഞ ആളുകൾ അവരുടെ ആ വോട്ടവകാശം എന്ന് പറയുന്നത്, സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് നിർവഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ വളരെയധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഭരണനിർവഹണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. വൈബ്രൻറ്റ് സിവിൽ സൊസൈറ്റി ആൻഡ് പബ്ലിക് ഡിസ്കോഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ. പൊതുസമൂഹം എന്ന് പറയുന്നത് എന്താണ്? വൈബ്രൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, ആശയ സംവാദങ്ങൾ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടാവാറുണ്ട്. പൊതുജനങ്ങൾ ഇടപെടാത്ത എന്ത് മേഖലയാണ് ഉള്ളത്? എല്ലാ കാര്യത്തെക്കുറിച്ചും ആധികാരികമായിട്ട് അവർ അഭിപ്രായം പറയാറുണ്ടല്ലോ. അടുത്തത് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഉണ്ട്. എന്താണ് ഗ്ലോബൽ റെക്കഗ്നിഷൻ? എന്താണ് ഗ്ലോബൽ റെക്കഗ്നിഷൻ? UNDP അല്ലെ, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതാണ് UNDP ആൻഡ് വേൾഡ് ബാങ്ക് അല്ലെ. UNDPയും വേൾഡ് ബാങ്കും റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലേ. UNDP ആൻഡ് വേൾഡ് ബാങ്ക് റെക്കഗ്നൈസ് കേരള ആസ് എ മോഡൽ ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വിത്ത് ഇക്വിറ്റി. അപ്പോൾ കേരള മോഡലിനെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വിത്ത് ഇക്വിറ്റി എന്ന രീതിയിലാണ് ഇവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നെയോ കേരള പാൻഡമിക് റെസ്പോൺസസ് വാസ് സൈറ്റഡ് ബൈ ലാൻസെറ്റ് ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നമ്മളുടെ ആ ഒരു കോവിഡ് പാൻഡമിക് കാലഘട്ടങ്ങളിലുള്ള നമ്മളുടെ ആ ഒരു മാനവ വികസന ശേഷിയുടെ വളർച്ചയും സഹകരണവുമൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മുടെ മോഡലിൻ്റെ ആ ക്രിറ്റിസിസംസും ചലഞ്ചസും ഉണ്ട്. ക്രിറ്റിസിസംസ് ആൻഡ് ചലഞ്ചസ് ഓഫ് കേരള മോഡലിലേക്ക് നമ്മൾ നോക്കുന്നത്, ഒന്ന് എക്കണോമിക് അണ്ടർ പെർഫോമൻസ്. അതായത് നമ്മുടെ ഈ ഒരു വളർച്ച, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വളരെ ഉയർന്ന രീതിയിലുണ്ടെങ്കിലും ലോ ഇൻഡസ്ട്രിയലൈസേഷനാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. വ്യവസായം എന്ന് പറയുന്നത് പുരോഗതി പ്രാപിച്ചിട്ടില്ല. ഹൈ ഡിപ്പെൻഡൻസി ഓൺ റെമിറ്റൻസസ്. അതായത് എപ്പോഴും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിദേശത്തു നിന്നും വരുന്ന ഗൾഫ് പണത്തെ മാത്രമാണ് നമ്മളിപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. പിന്നെയോ ജോബ്ലെസ് ഗ്രോത്ത് ഉണ്ട് അല്ലെ. ജോബ്ലെസ് ഗ്രോത്ത്. എന്താണ് ജോബ്ലെസ് ഗ്രോത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഹൈ. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഹൈ ആണ്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്ന നിലയിലാണെന്നാണ് പറയാൻ സാധിക്കുക. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. പിന്നെയോ ഫിസ്ക്കൽ സ്ട്രെസ് അല്ലേ. ഫിസ്ക്കൽ സ്ട്രെസ് എന്ന് പറയുന്നതുണ്ട്. എന്താണ് ഫിസ്ക്കൽ സ്ട്രെസ്? ഹൈ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെപ്റ്റ് ബർഡൻ ആണ് അല്ലേ. ഹൈ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെപ്റ്റ് ബർഡൻ, അതാണ് ഫിസ്ക്കൽ സ്ട്രെസ് എന്നതുകൊണ്ട് വരുന്നത്. പിന്നെയോ ഹെൽത്ത് സിസ്റ്റം നമുക്കിവിടെയുണ്ട്. ഹെൽത്ത് സിസ്റ്റം എന്താണ്? ഹെൽത്ത് സിസ്റ്റം സ്ട്രെയിൻ, ഏജിങ് പോപ്പുലേഷൻ, റൈസിങ് NCD അല്ലെ. സ്ട്രെയിനും ഏജിങ് പോപ്പുലേഷനും റൈസിങ് NCDയും എല്ലാം ഇവിടുത്തെ ആരോഗ്യ പ്രശ്നമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അർബനൈസേഷൻ ആൻഡ് വേസ്റ്റ് അല്ലെ. അർബനൈസേഷൻ ആൻഡ് വേസ്റ്റ് ഉണ്ട്. ഗ്രോവിങ് അർബൻ ചലഞ്ചസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഇവിടെയുണ്ട്. അർബനൈസേഷൻ ആൻഡ് വേസ്റ്റ്, ഗ്രോവിങ് അർബൻ ചലഞ്ചസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഇവിടെ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഉണ്ട് അല്ലെ. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, എൻക്രോച്ച്മെൻറ്റ്സ്,
ഫ്ലഡ്, ക്ലൈമറ്റ് വൾണറബിലിറ്റീസ് എന്നിവയ്ക്ക് ഇവിടെ കൂടുതലാണ്. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, എൻക്രോച്ച്മെൻറ്റ്സ്, ഫ്ലഡ്, ക്ലൈമറ്റ് വൾണറബിലിറ്റീസ് ഒക്കെ ഇവിടെ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അടുത്തൊരു വേ ഫോർവേഡ് ആണ്. എന്താണ് വേ ഫോർവേഡ്? ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് അല്ലേ. ബാലൻസ്ഡ് ഗ്രോത്ത്. എന്താണ് ബാലൻസ്ഡ് ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബാലൻസ്ഡ് ഗ്രോത്ത് എന്താണ്? കമ്പൈൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വിത്ത് എക്കണോമിക് പ്രൊഡക്ടിവിറ്റിയാണ് അല്ലേ. കമ്പൈൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വിത്ത് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി, അതാണ് ബാലൻസ്ഡ് ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബാലൻസ്ഡ് ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമ്പൈൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വിത്ത് എക്കണോമിക് പ്രൊഡക്ടിവിറ്റിയാണ് ബാലൻസ്ഡ് ഗ്രോത്ത്. ഇനിയോ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക് പുഷ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക് പുട്ട് എന്ന് വെച്ചാൽ ടെക്നിക്കൽ പുഷാണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ പുഷ്. അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്ലീൻ ടെക്. അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്ലീൻ ടെക്, IT ആൻഡ് ഗ്രീൻ ഇൻഡസ്ട്രി അല്ലെ. അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്ലീൻ ടെക്, IT ആൻഡ് ഗ്രീൻ ഇൻഡസ്ട്രി, അതാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ പുഷ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് R&D ആണ്. എൻകറേജ് ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ആണ് അല്ലേ. ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് R&D, എൻകറേജ് ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ആണ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനിയോ എൻകറേജ് ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്, അതിവിടെ പറഞ്ഞു. ക്ലൈമറ്റ് റിസൈലൻസ്, സ്ട്രെങ്തൻ ഫ്ലഡ് കൺട്രോൾ, എയർലി വാർണിംഗ് ആൻഡ് സസ്റ്റൈനബിൾ പ്ലാനിംഗ്, ഇവയാണ് ക്ലൈമറ്റ് റിസൈലൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. സ്ട്രെങ്തൻ ലോക്കൽ ഗവേണൻസ്, നമ്മുടെ താഴെത്തട്ടിലുള്ള ലോക്കൽ സെൽഫ് ഗവേണൻസിനെ ശക്തിപ്പെടുത്തുക. മോർ ഓട്ടോണമി ആൻഡ് ഡിജിറ്റൽ ടൂൾസ് ഫോർ LSG, കൂടുതൽ സ്വയംഭരണം കൊടുക്കണം, കൂടുതൽ ഡിജിറ്റൽ ടൂളുകളും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് നൽകണം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ടാക്കിൾ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെ. ടാക്കിൾ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ജോബ് ലിങ്ക്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ്. അപ്പോൾ ടാക്കിൾ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ജോബ് ലിങ്ക്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് എന്നിവയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ വന്നാലോ, എന്താണ് ഇവിടെ കൺക്ലൂഷനിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്? The Kerala model demonstrates how people-centered policies, when combined with political will and community participation, can achieve remarkable human development. While there are economic and sustainability challenges, Kerala's inclusive and equity-based approach remains a benchmark for other Indian states and even developing nations. The Kerala model demonstrates how people-centered policies, when combined with political will and community participation, can achieve remarkable human development while there are economic and sustainability challenges. Kerala's inclusive and equity-based approach remains a benchmark for other Indian states and even developing nations. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെല്ലാം വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നമ്മളുടെ ഈ കേരള മോഡൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതായത് കീ പ്രോഗ്രാംസ്, പോളിസീസ്, ഇനിഷ്യേറ്റീവ്സ് ബിഹൈൻഡ് കേരള മോഡലാണ് നമ്മൾ നോക്കിയത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഓർമ്മയുണ്ടല്ലോ. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സിൽ നമ്മൾ നോക്കി, എഡ്യൂക്കേഷൻ സെക്ടർ ഇനിഷ്യേറ്റീവ്സിനെ നമ്മൾ നോക്കി, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ഗവേണൻസിനെ നമ്മൾ നോക്കി, വുമൺ എംപവർമെൻറ്റ് ഇനിഷ്യേറ്റീവ്സിനെ നമ്മൾ നോക്കി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ സ്കീംസിനെ നമ്മൾ നോക്കി, പിന്നെയോ എക്കണോമിക് എംപ്ലോയ്മെൻറ്റ് പോളിസീസിനെ നമ്മൾ നോക്കി, പിന്നെയോ എൻവയോൺമെൻറ്റൽ പോളിസീസിനെ നമ്മൾ നോക്കി, ഇമ്പാക്റ്റ് ഓഫ് കേരള മോഡലിനെ നമ്മൾ നോക്കി, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ നോക്കി, ജെൻഡർ ഡെവലപ്മെൻറ്റ് നോക്കി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ നമ്മൾ നോക്കി, പൊളിറ്റിക്കൽ ആൻഡ് സിവിക് അവെയർനെസ് നമ്മൾ നോക്കി, ഗ്ലോബൽ റെക്കഗ്നിഷൻ നമ്മൾ നോക്കി, ക്രിറ്റിസിസംസും ചലഞ്ചസും നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ നോക്കിയത്. പിന്നെയോ ഭാവിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വേ ഫോർവേഡ് എന്നുള്ള ഒരു മേഖലയും നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ക്ലാസ് ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കുമെന്ന് ധൈര്യമായിട്ട് വിശ്വസിക്കുക. ഓൾ ദ ബെസ്റ്റ്.